ഇപ്പം നമ്മുടെ സഭകളൊക്കെ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുക. സഭകളിൽ കുഞ്ഞുങ്ങളില്ല, സൺഡേ സ്കൂൾ പഠിക്കാൻ ആളില്ല. നമ്മുടെയൊക്കെ കാലത്ത് വലിയ പ്രതിസന്ധിയാണ്. നമ്മുടെ കാലത്ത് വിശ്വാസികളെ കൂടുതൽ കുഞ്ഞുങ്ങളായിരുന്നു. ഞാൻ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഈ കാര്യം എഴുതുകയും പറയുകയും ചെയ്യുന്നുണ്ട്. നേഴ്സാക്കാനും അല്ലെങ്കിൽ വിദേശത്തെ പെണ്ണെന്ന് അതിനൊക്കെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഇതിനില്ല. നമ്മുടെ ആളുകൾ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. എനിക്ക് ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിൽ ഭയങ്കര ഭാരമുള്ള വിഷയമായിരുന്നു എനിക്ക് പറയുന്നത്. ഹാലലിയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പാസ്റ്റർ രാജു പൂവക്കാല എന്നോട് കൂടെ ഉണ്ട്. എൻ്റെ പാസ്റ്ററാണ്. തിരുവല്ലയിലുള്ള IPC പ്രയർ സെൻറ്റർ സഭയുടെ ശുശ്രൂഷകൻ, പവർ വിഷനിലെ മുഖ്യ പ്രഭാഷകരിൽ ഒരാൾ, അതുപോലെ തന്നെ കേരളത്തിലെ സീനിയർ ദൈവദാസന്മാരിൽ ഒരാൾ. അദ്ദേഹം കഴിഞ്ഞ ചില ആഴ്ചകളായി ഞങ്ങളുടെ സഭയിൽ വളരെ വ്യത്യസ്തമായ ചില പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രധാനമായും കുടുംബങ്ങൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന, യുവജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ ശ്രദ്ധയർഹിക്കുന്ന ചില വിഷയങ്ങളിലേക്കാണ് അദ്ദേഹം നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. സഭായോഗത്തിൽ ഇത്തരം കാര്യങ്ങൾ പറയുവാൻ പാടുണ്ടോ, ഇത്തരം പ്രസംഗങ്ങൾ നടത്തുവാൻ പാടുണ്ടോ എന്നൊക്കെ പറയുന്നവരുണ്ടായേക്കാം. എന്നാൽ അദ്ദേഹം ഈ ആഴ്ചകളിൽ മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ ഞാനൊന്ന് ചുരുക്കി പറയാം. ഒന്ന്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം പ്രായം അധികരിച്ചു പോകുന്നു. അതായത് വിവാഹം നടക്കേണ്ട പ്രായത്തിൽ വിവാഹം നടക്കുന്നില്ല. കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ വിവാഹത്തിന് തയ്യാറാകുന്നില്ല. വലിയൊരു സാമൂഹ്യ പ്രശ്നമായി ഇത് മാറിക്കൊണ്ടേയിരിക്കുന്നു. 2, വിവാഹിതരായവർ മക്കൾ വേണ്ട എന്നുള്ള തീരുമാനങ്ങളിലേക്ക് വരുന്നു. ഇത് പുതിയ തലമുറകൾ ഉണ്ടാകുന്നതിന് തടസ്സമായി പോകുന്നു. 3ാമത്തെ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ കുടുംബങ്ങളുടെ തകർച്ചയാണ്. ധാരാളം വിവാഹ മോചനങ്ങൾ നടക്കുന്നു. ഈ പ്രശ്നങ്ങളെ എല്ലാം അഡ്രസ്സ് ചെയ്യുവാൻ നമുക്ക് സംവിധാനങ്ങളില്ലാതെ പോയിരിക്കുന്നു. ഈ വിഷയങ്ങളാണ് കർത്താവിൻ്റെ ദാസൻ ഈ ആഴ്ചകളിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ വിഷയം ഹാലലിയയുടെ പ്രേക്ഷകരുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുക, ശ്രദ്ധാപൂർവം കാണുക. നിങ്ങളുടെ സ്നേഹിതർക്ക്, സഭാംഗങ്ങൾക്ക്, നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഇത് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സബ്ജക്റ്റ്? സാധാരണ നമ്മൾ വിവാഹ ശുശ്രൂഷയിലാണ് സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് വിടുന്നത്. എന്നാൽ ഇതിപ്പോൾ ഒരു സഭായോഗത്തിൽ ഇത്തരം ഒരു സന്ദേശങ്ങൾ നൽകാനുണ്ടായ പ്രചോദനം എന്താണ്? അതിലേക്ക് നയിച്ച കാര്യം എന്താണ്? നമ്മുടെ ഈ വർഷം നമ്മുടെ പ്രേസൻ്റ് സഭ എടുത്തിരിക്കുന്ന വിഷയം വിശ്വാസത്തിൽ വളരുന്ന വർഷം, ഗ്രോയിങ് ഇൻ ഫെയ്ത്ത്. അപ്പം അതുമായി ബന്ധപ്പെട്ട എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലെ നമ്മുടെ വിശ്വാസവീരന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ ഇങ്ങനെ ആരാധനയിൽ പ്രസംഗിക്കാനായിട്ട് ആരംഭിച്ചു വന്നപ്പോഴേ അബ്രഹാമിൻ്റെ കാര്യം, ഇസ്ഹാക്ക്, യാക്കോബ്, അങ്ങനെയുള്ള പിതാക്കന്മാർ, അപ്പോൾ അവർ കാര്യങ്ങളിങ്ങനെ സംസാരിച്ച് പഠിച്ചു വന്നപ്പോൾ അവരെല്ലാം കുടുംബസ്ഥരായിരുന്നു, കുടുംബജീവിതം നയിച്ചവരായിരുന്നു. ഇപ്പം ഹാനോക്കിനെ കുറിച്ച് ഞാൻ അതിനെക്കുറിച്ച് പിന്നെ പറയുന്നുണ്ട്. എങ്കിലും ഒരു വാക്ക് ഇപ്പം പറയുകയാണ്. ഹാനോക്ക് ആകെ 365 സംവത്സരം ഭൂമി ജീവിച്ചിരുന്നു. അതെ, അത് 300 സംവത്സരവും ദൈവത്തോട് കൂടെ നടന്നതാണ്. അടുത്തത് ദൈവം അവനെ എടുത്തു കൊടുത്തതിനെ കാണാതെയായി. അപ്പം പഴയ നിയമത്തിൽ 2 പേരെയാണ് എടുത്തുകൊണ്ട് പോയത്, ഒന്ന് ഏലിയാവും ഒന്ന് ഹാനോക്കും. അപ്പം ദൈവം ഹാനോക്കിനെ എടുത്തുകൊണ്ട് പോകുന്നതിന് കുടുംബജീവിതം തടസ്സമായിരുന്നില്ല. അതെ, പല ആളിപ്പോൾ പഠിപ്പിക്കുന്നത് കുടുംബജീവിതം നയിച്ചാൽ ഒരു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല, കുടുംബജീവിതം അത് പാപമാണ്. ചില സഭകൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ബൈബിൾ പ്രകാരം ശരിയായിട്ടൊരു കാര്യമല്ല. ഉടലോടെ എടുത്തുകൊണ്ട് പോകുന്നതിന് അതൊരു തടസ്സമായിരുന്നില്ല. ആണ്ടിലൊരിക്കൽ അതിപരിശുദ്ധ സ്ഥലത്ത് കയറി ശുശ്രൂഷ ചെയ്യാൻ അധികാരമുണ്ടായിരുന്ന മഹാപുരോഹിതനായിരുന്ന അഹറോൻ വിവാഹിതനായിരുന്നു. അതെ, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്ന പത്രോസ് വിവാഹിതനായിരുന്നു. ബൈബിൾ പറയുന്നു പത്രോസിൻ്റെ അമ്മായിയമ്മ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു പത്രോസ് വിവാഹിതനായിരുന്നു. സുവിശേഷമായിരിക്കും ശുശ്രൂഷയ്ക്കും ക്രിസ്ത്യജീവിതം നയിക്കുന്നതിനും കുടുംബജീവിതം ഒരു തടസ്സമല്ല എന്നുള്ളത് നമുക്ക് ബൈബിളിൽ നിന്ന് വളരെ ഗൗരവമായി പഠിക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ കുടുംബജീവിതം നയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ അറിയാം.
ബൈബിളിൽ തന്നെ പുതിയ നിയമത്തിൽ ശുശ്രൂഷകൻ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം എന്ന് എടുത്തു പറയുന്നുണ്ട്. ഏക ഭർത്താവായിരിക്കണം. അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷകനാണല്ലോ ഉദ്ദേശിച്ചത്. അപ്പോൾ സുവിശേഷ വേലയ്ക്ക് കുടുംബജീവിതം ഒരു തടസ്സമല്ല. അപ്പോൾ കുടുംബജീവിതം നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ദൈവം വരുന്നത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാനൊരു തക്ക തുണി ഉണ്ടാക്കി കൊടുക്കും. ദൈവം തമ്പുരാനെ ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ ദൈവം സൃഷ്ടിച്ചതിന് എല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു. നല്ലത് ദൈവം കണ്ടു. 2-ാം അധ്യായത്തിൽ വരുമ്പോൾ നല്ലതല്ലെന്ന് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, മനുഷ്യൻ ഏകനായിരിക്കുന്നതല്ല. അപ്പൊ ദൈവം നല്ലതല്ലെന്ന് പറഞ്ഞാൽ നല്ലതല്ലെന്ന് എൻ്റെ അർത്ഥം. ഏത് മനുഷ്യൻ നല്ലതെന്ന് പറഞ്ഞാലും ദൈവം പറയുന്നത് നല്ലതല്ല, ഏകനായിരിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ ആദാമിനെ കൈകൊണ്ട് സൃഷ്ടിച്ച നമുക്ക് ജീവശ്വാസം മൂതി അവർ ജീവനെ ദേഹിയായി തീർന്നു. ഒപ്പം അവന് മുമ്പിൽ കൂടെ സർവ്വ ജീവജാലങ്ങളെയും കടത്തിവിട്ടപ്പോഴേ അവന് തക്ക തുണയെ കിട്ടിയില്ല. കിട്ടുമെന്ന് വിചാരിച്ച് ദൈവം കാത്തിരുന്നു. അതിനൊന്നും ആദാമിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ദൈവം അവന് വാരിയല്ലൊന്നെടുത്ത് ഹവ്വയെ സൃഷ്ടിച്ചു. അപ്പം ആദാമിന് തക്ക തുണ ഉണ്ടാക്കി കൊടുത്തത് ആ ദൈവമാണ്, അത് ഹവ്വയെ ഉണ്ടാക്കി കൊടുത്തു. അപ്പം ദൈവത്തിന് അത്രമാത്രം കൺസെന്റ്, കുടുംബജീവിതം ആരംഭിച്ച് വിവാഹം ആരംഭിച്ച എല്ലാം ദൈവമാണ്. ആദ്യത്തെ കല്യാണം നടന്നത് ഏതെങ്കിലും തൊള്ളത്തിലാണ്. ആദ്യത്തെ കല്യാണം നടത്തിയത് ദൈവമാണ്. അപ്പോൾ പ്രാധാന്യമുള്ള കാര്യമായോണ്ടല്ലേ ദൈവം ചെയ്ത് മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല എന്ന് ദൈവം പറയുന്നു. തക്ക ഇണയല്ല, തക്ക തുണയെ ദൈവം ഉണ്ടാക്കുമെന്ന് ദൈവം പറയുന്നു. ഇതൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ബൈബിളിലെ തത്വങ്ങളാണ്. അപ്പോൾ അങ്ങനെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ദൈവം അതിനുദ്ദേശിക്കുന്ന കാര്യം, ദൈവം സൃഷ്ടിച്ച സകലമേലും എന്ത് ചെയ്യുക, നിങ്ങൾ വാഴണം. ദൈവം ഉണ്ടാക്കിയ സർവ്വചരാചരങ്ങളുടെ മേലും വാഴാനാണ് മനുഷ്യന് ദൈവവാദം കൊടുത്തത്. ഒപ്പം ദൈവം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായിട്ട് എന്ത് ചെയ്യണം, പെരുകണം. അപ്പം സന്താനപുഷ്ടിയുള്ളതായി പെരുകണമെന്നുണ്ടെങ്കിൽ കുടുംബജീവിതം നയിക്കണം. അപ്പോൾ യഥാർത്ഥമായ കുടുംബജീവിതം എന്ന് പറയുന്നത് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് ദൈവ വിഭാവന ചെയ്തതായ വിവാഹമാണ്. അപ്പോൾ ആ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യത്തിൻ്റെ ഗൗരവം ബൈബിൾ വളരെ ഭംഗിയായ നിലയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു വന്നപ്പോൾ ഇന്ന് വളരെ ഗൗരവം കുറഞ്ഞൊരു കാലമായി മാറിയിരിക്കുന്നു. ഈ വിഷയങ്ങൾക്ക് പ്രാധാന്യം കുറഞ്ഞു പോയി. നമ്മുടെ പ്രശ്നം ഗൗരവമാകേണ്ട വിഷയത്തിൽ നമ്മൾ ഗൗരവം കുറയ്ക്കുകയും ഗൗരവം കുറഞ്ഞ വിഷയങ്ങൾ നമ്മൾ ഗൗരവം കൂട്ടുകയും ചെയ്യും. നിസ്സാരമായ കാര്യങ്ങൾ വലിയ വിഷയമാക്കും. അപ്പം വലിയ വിഷയങ്ങൾ ചെറിയ വിഷയങ്ങളാക്കി മാറ്റുകയാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഈ വിഷയമായി സംസാരിച്ച് ചിന്തിച്ച് പഠിച്ചപ്പോഴേ എനിക്ക് ദൈവം മനസ്സിലാക്കി തന്ന കാര്യം, ബാക്കിയുള്ള പ്രസംഗങ്ങളെല്ലാം നിർത്തിയിട്ട് ഈ വിഷയങ്ങൾ ജനങ്ങളെ ആധികാരികമായി പഠിപ്പിക്കണമെന്നും ബോധവാന്മാരാക്കണം എന്ന് മനസ്സിലായി. അങ്ങോട്ട് സത്യമായിട്ട് പറയാൻ കഴിഞ്ഞൊരു 10 വർഷക്കാലം പ്രത്യേകം എടുത്തു പറയുകയാണ്. കുടുംബജീവിതത്തിൻ്റെ ഗൗരവം വളരെ കുറഞ്ഞു പോയിരിക്കുന്നു. കുടുംബജീവിതം വേണ്ട എന്ന് പോലും ചിന്തിക്കുന്നില്ല. ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഒന്ന്, ഈ നമ്മുടെ ആളുകളുടെ ഇടയിലുള്ള ചെറുപ്പക്കാരൊക്കെ ഇടയിലുള്ള ചിന്ത, വിവാഹം വേണ്ട. ഒന്നാമത്തെ ചിന്തയാണ് വിവാഹം വേണ്ട. എന്താ വിവാഹം വേണ്ടെന്ന് പറയാൻ കാര്യം? ഒരാളെന്നോട് പറഞ്ഞിട്ട് പാസ്റ്ററെ, ഒരുത്തരം കക്ഷത്തെ കൊണ്ട് തലയിടേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് ജോലിയുണ്ട്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എനിക്ക് വണ്ടിയുണ്ട്, ജോലിയുണ്ട്. എന്തിനാ ഒരാളെ കീഴിൽ നിൽക്കുന്നത്? എൻ്റെ ഫ്രീഡം നഷ്ടപ്പെടുത്തൊരു കാര്യം എനിക്ക് വേണ്ട. എനിക്ക് വിവാഹം വേണ്ട, എനിക്ക് വിവാഹം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല എന്ന് ഉള്ള ചിന്താഗതിക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അത് പണ്ടത്തെക്കാലൊക്കെ കൂടുതൽ എന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഇടയിൽ, മലയാളികളുടെ ഇടയിൽ, പ്രത്യേകിച്ച് വിശ്വാസ ഇടയിലെ ചിന്താഗതി വളരെ കൂടുകയാണ്. വിദേശത്ത് ഞാൻ ഒരു രാജ്യത്തിന് പേരെടുത്ത് പറയുന്നില്ല, വിവാഹം വേണ്ട എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ കൂടുകയാണ്. ഒരാളുടെ സ്വാതന്ത്ര്യമല്ലേ അയാൾക്ക് വിവാഹം വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നു. പക്ഷെ ദൈവം പറഞ്ഞിരിക്കുന്നത് മനുഷ്യനെ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരാൾ വ്യക്തിപരമായിട്ട് തീരുമാനിക്കുക എനിക്ക് വിവാഹം വേണ്ട, സമ്മതിച്ചു. പക്ഷെ അദ്ദേഹം വിവാഹം വേണ്ട നിശ്ചയിക്കുമ്പോൾ അവൻ്റെ തലമുറ അവിടെ നിന്ന് പോവുക. അവനെന്ന് പറയുന്നത് മനുഷ്യനെ ഭൂമി ജീവിച്ചിരിക്കുന്നെങ്കിൽ അവൻ്റെ അടുത്ത തലമുറ ഉണ്ടെങ്കിൽ അല്ലേ ആ തലമുറ മുമ്പോട്ട് വരത്തുള്ളൂ. അതെ, അവനത് തീരുമാനിക്കാം. അവൻ തീരുമാനിച്ചാൽ അത് ബൈബിൾ വിഭാവന ചെയ്യുന്ന ആ ഒരു സ്പിരിച്വാലിറ്റി അതിനകത്ത് ലഭിക്കുന്നില്ലെന്നുള്ളതാണ്. ഇപ്പം എല്ലാവരും അങ്ങ് തീരുമാനിച്ചാലോ? അപ്പം അതല്ല, എല്ലാവരും അങ്ങനെ തീരുമാനിച്ച പ്രശ്നമാണ്. അപ്പം തന്നെ ബൈബിളിൽ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരും എന്നൊക്കെ പറയുന്നുണ്ട്. പറയുന്നുണ്ട്. അപ്പം അതായത്
ഒരാൾക്ക് അത് പ്രത്യേക കോഴ്സിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് അത് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ ദൈവം പൊതുവെ വെച്ചിരിക്കുന്ന കാര്യം കുടുംബജീവിതം നമ്മൾ അനുഷ്ഠിക്കേണ്ടതാണ്. അപ്പോൾ ഒരാളെ വേണ്ട എന്ന് വെക്കും. ഞാൻ കണ്ടെത്തോളം ആദ്യം വേണ്ടെന്ന് വെച്ചവരെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് പ്രോബ്ലം തോന്നും. അത് ശരിയാ. ഏറ്റവും പ്രായമ വരുമ്പോഴത് വളരെ ബുദ്ധിമുട്ടല്ല. എനിക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഹല്ലേലൂയയിൽ മാട്രിമോണിയൽ പബ്ലിഷ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം മാട്രിമോണിയലിൽ ഈ വിവാഹത്തിന് 30 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ പരസ്യങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുവരെയൊക്കെ ഇവർ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് നിന്നേച്ച് അവസാനം എന്ത് ചെയ്യുകയാണ്, 30 വയസ്സ് കഴിഞ്ഞൊരു 35 വയസ്സൊക്കെ ആകുമ്പോൾ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ആദ്യത്തെ ചോരത്തിളപ്പിൽ തോന്നത്തില്ല. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനുഷ്യൻ ഒരു വികാര ജീവിയാണല്ലോ. കാര്യങ്ങൾ തുറന്നു പറയാനും ഒരു കമ്പാനിയൻഷിപ്പൊക്കെ ഇപ്പോഴും ആവശ്യമുള്ളതാണ്. അത് ആദ്യം ചിലപ്പം കൂട്ടുകാരൊക്കെ അടിച്ചു പൊളിച്ച് നടക്കുമ്പോൾ അത് വേണ്ടെന്ന് വരത്തില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പണ്ടൊരുത്തരും പറഞ്ഞു 75 വയസ്സാ കല്യാണം കഴിച്ച ഒരു മനുഷ്യന് വിദേശത്ത് അമേരിക്കയിൽ 75 വയസ്സ് കല്യാണം കഴിച്ചു. 10 കാര്യം ചോദിച്ചു, ഇത്ര തന്നെ കല്യാണം കഴിക്കാതിരുന്നിട്ട് ഇപ്പം കല്യാണം കഴിച്ചതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ 75 വയസ്സ് ഇൻഡിപെൻഡൻ്റ് ജീവിച്ചു, എനിക്ക് ആടിക്ക് പൊളിച്ച് ഞാൻ ജീവിച്ചു. അപ്പോൾ ഇനി 75 വയസ്സ് കല്യാണം തീരുമാനിച്ചു തന്നെ. ഉടനെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കല്യാണം നന്നായി ഇരുന്നാൽ, എനിക്ക് വരുന്ന വധു നന്നായി ഇരുന്നാൽ അടുത്ത് ഇനി 5-10 വർഷം ജീവിച്ച് എനിക്ക് സന്തോഷത്തോടും സമ്മതത്തോടും എനിക്ക് അക്കരനാട്ടിലോട്ടൊക്കെ പോകാമല്ലോ. എന്നെ ശുശ്രൂഷിക്കാനും സ്നേഹിക്കാനൊക്കെ അതിനാളുണ്ട്. ഇൻ കേസിൽ അത് ഉഴപ്പിയാലോ 10 വർഷത്തെ അനുഭവിച്ചാൽ മതിയല്ലോ, അല്ല ആയുസ് മുഴുവൻ അനുഭവിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കാം. ഞാൻ തമാശയായിട്ട് പറഞ്ഞ ഒരു റൈറ്റപ്പ് ഞാൻ കണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ കുടുംബജീവിതത്തെക്കുറിച്ച് ബൈബിൾ വിഭാവനം ചെയ്യുന്ന ആത്മീയ ലെവലിലേക്ക് നമ്മൾ വരാനായിട്ട് കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ തലമുറകളിൽ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. ചിന്തകളിൽ മാറ്റം ഉണ്ടാകുന്നു. രണ്ടാമത്തെ ചിന്ത വിത്തൗട്ട് മാരി ലിവിങ് ടുഗദർ. കല്യാണം കഴിക്കേണ്ട, മൃഗങ്ങളെ പോലെ ഒരുമിച്ച് താമസിക്കുക, ലിവിങ് ടുഗദർ. ഒരു ഒഫീഷ്യൽ റെക്കോർഡൊന്നും വേണ്ട, കല്യാണ പരിപാടികളൊന്നും വേണ്ട, ആണുപിടും മൃഗങ്ങളെ പോലെ ആണുപിടും ജീവിക്കുക. വിശ്വാസികളുടെ ഇടയിൽ അങ്ങനെ അല്ല, അല്ലെങ്കിൽ പോലും വിശ്വാസം ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഇടയിലുള്ള പൊതുലോകത്തുള്ള ഇതെല്ലാം ആൾക്കാർ കണ്ണും കെട്ടിരിക്കുകയല്ലേ. അത് തെറ്റായ ദൈവം അതിനെ വെറുക്കുകയാണ്. അത് വ്യഭിചാരമാണ്. മൂന്നാമതൊരു കാര്യമാണ് കല്യാണം വേണം, പിള്ളേർ വേണ്ട. കല്യാണത്തിന് മുമ്പ് തന്നെ അവർ എഗ്രിമെൻറ്റിലെത്തുകയാണ്, കല്യാണം കഴിക്കാതെ നമുക്ക്, പക്ഷേ എഗ്രിമെൻ്റ് ചെയ്യുക, പിള്ളേർ വേണ്ട. എനിക്കങ്ങനെ ഒത്തിരി കുടുംബങ്ങളെ അറിയാം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ അവരുടെ ഭർത്താവ് പറയുകയാണ്, വീട് പണി കഴിഞ്ഞിട്ട് എനിക്ക് പിള്ളേർ മതി, അതുകൊണ്ട് ഇപ്പം വേണ്ട. അപ്പോൾ പെണ്ണിന് 35 വയസ്സായി, അവന് 38-40 വയസ്സായി. ഇനി വീട് പണി കഴിഞ്ഞിട്ട് അത് പലതും പറഞ്ഞ് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഏറ്റവും വലിയ വീട് പണി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ല, തലമുറ വേണ്ട എന്ന ഒരു ചിന്തയിൽ ഒരു കൊച്ചിനെ വളർത്തി അതിന് ബുദ്ധിമുട്ട് എന്തിനാണ് എടുക്കുന്നതെന്ന് അവർ ചോദിക്കുന്നു. എനിക്ക് പറയാനുള്ള കാര്യം അതൊക്കെ എന്തൊരു ബാലിശ്യമായ ചിന്തകളാണ്. നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചന്മാരും ഇന്നത്തെ കാലത്ത് ഗൾഫും അമേരിക്കയും സാമ്പത്തികമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അവർ മണ്ണിനോട് മല്ലടിച്ച് ജീവിച്ച് 8-10 പിള്ളേരെ വളർത്തി. അവരെങ്ങനെ വളർന്നോ വളർത്തുകയല്ലാതെ അവർ വളരുകയായിരുന്നു അല്ലേ. ആഹാരം കഴിച്ചില്ലല്ലേ അവരങ്ങ് വളർന്നു. ജനിച്ച കുഞ്ഞുങ്ങളൊക്കെ ഏതായാലും ദൈവം വഴിയും വാകേറിയവൻ ഇര തരാതിരിക്കത്തില്ല. അപ്പം അത് ദൈവം നടത്തും. അപ്പം തലമുറകളെ വേണ്ട എന്ന് പറയുന്ന പ്രവണത, ഇവർ പറയുന്ന കാര്യം ജോലിയോട് കൂടി പിള്ളേരെ വളർത്താൻ ഒക്കത്തില്ല, അത് വലിയ ടാസ്ക് ആണെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നു, എവരെങ്ങനെ വളർന്നു വന്ന് എവരെ അപ്പനമ്മ എങ്ങനെ വളർത്തിയത്? അല്ല, അവർ പറയുന്നതിനകത്തൊരു ന്യായം, അവർ പഴയ തലമുറ ജീവിച്ച സാഹചര്യമല്ലല്ലോ ഇപ്പം. ആന്നോ? പഴയ തലമുറ ജീവിച്ച സാഹചര്യം അല്ലെങ്കിലും അവരുടെ സാഹചര്യത്തിൽ എന്ത് റിസ്ക്കും ടാസ്കും ആയിരുന്നു അന്ന് ഓർത്ത് നോക്കി. അന്ന് കൂട്ടുകുടുംബങ്ങളായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. അതെ. ആ കൂട്ടുകുടുംബങ്ങളാകുമ്പോൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ വളർത്തുന്നത് എല്ലാവരും കൂടെ ചേർന്ന്. അതെ. അപ്പോൾ അവിടെ 3, 4, 5 കുഞ്ഞുങ്ങളുണ്ടായാലും ബുദ്ധിമുട്ടില്ല, ഇതങ്ങ് വളർന്നു പോകും. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. അപ്പോൾ 3, 4 വേണ്ട, 1 മതി, അല്ലെങ്കിൽ 2 മതി, 5 വാനും പിള്ളേർ വേണ്ടെന്നേ. അല്ല, 1ആയാലും 2ആയാലും ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നു, അവരുടെ കംഫർട്ടിന് അത് ബുദ്ധിമുട്ടല്ലേ? അല്ല സാൻകുട്ടി, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ നമ്മൾ അടുത്ത തലമുറ നമുക്ക് മാത്രമേ ഉള്ളല്ലോ കുഴപ്പം, ബാക്കിയുള്ള ആർക്കും ഇല്ലല്ലോ. എക്സ്പെഷ്യലി ക്രിസ്ത്യൻസിനെ, പ്രത്യേകിച്ച് വിശ്വാസികൾക്കാണല്ലോ പ്രശ്നമുള്ളൂ. ബാക്കി മതസ്ഥർക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. അവർക്ക് 8-10 പിള്ളേരുണ്ടല്ലോ, അവർക്ക് അതിന് ബാൻ ചെയ്യുന്നില്ലല്ലോ അവർ.
നമ്മളുണ്ട്, നമ്മളുണ്ട്, നമുക്കൊന്നും വേണ്ടെന്ന് പറയുന്ന ലെവലിൽ നമ്മൾ ആളുകൾ മാത്രം നിൽക്കുന്നുള്ളല്ലോ. കേരളത്തിലെ ക്രൈസ്തവരുടെ അംഗസംഖ്യ വല്ലാതെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് ഇതാ കാരണം. ബർത്ത് റേറ്റ് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിൽ നമ്മുടെ ആളുകൾ ബോധവാന്മാരാണെന്ന് ഈ സബ്ജക്റ്റ് സഭയെ പ്രസംഗിക്കാനും പഠിപ്പിക്കാനും. കത്തോലിക്ക സഭയൊക്കെ ചെയ്യുന്ന പോലെ കത്തോലിക്ക സഭയ്ക്ക് ഈ കാര്യം നമ്മളെക്കാൾ മുമ്പേ അവർ മനസ്സിലാക്കി. അവരതിന് വേണ്ടിയിട്ട് ക്രമീകൃതമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് മൂന്നാമതൊരു കുഞ്ഞും കൂടെ ഒരു കുടുംബത്തിൽ ജനിച്ചാൽ ആ കുഞ്ഞിനെ വളർത്തുവാനുള്ള സാമ്പത്തിക സഹായം പോലും എന്ത് ചെയ്യുന്നുണ്ട്, സഭ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് പറ്റിപ്പോയൊരു വലിയ പാളിച്ച നമ്മുടെ പ്രസംഗകർ ഈ പ്രത്യേകിച്ച് വിവാഹ ശുശ്രൂഷകളിൽ ഒരു 10 വർഷം മുമ്പ് വരെ ഈ ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് 2 മക്കൾ മതി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ ആളുകൾ പ്രോത്സാഹിപ്പിച്ച് പ്രസംഗിച്ചിരുന്നു, അടിച്ചേൽപ്പിച്ചു. ഗവൺമെൻറ്റിന് പോളിസിയുടെ ഭാഗമായിട്ട് ഗവൺമെൻറ് അത് പ്രചരിപ്പിച്ചു. നമ്മുടെ ആളുകൾ അതെടുത്ത് എന്ത് ചെയ്തു, പ്രചരിപ്പിച്ചു. ഇപ്പം നമ്മുടെ സഭകളൊക്കെ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുക. സഭകളിൽ കുഞ്ഞുങ്ങളില്ല, സൺഡേ സ്കൂൾ പഠിക്കാൻ ആളില്ല. നമ്മുടെയൊക്കെ കാലത്ത് വലിയ പ്രതിസന്ധിയാണ്. നമ്മുടെ കാലത്ത് വിശ്വാസികളെ കൂടുതൽ കുഞ്ഞുങ്ങളായിരുന്നു. ഞാൻ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഈ കാര്യം എഴുതുകയും പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് ഗൗരവമായി പ്രാർത്ഥനാമുറി ദൈവം ഒരു ദർശനം, ഒരു വെളിപ്പാട് തന്നുകൊണ്ട് എനിക്ക് കാര്യം സംസാരിക്കുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് ആളുകളെ ബൈബിളിൽ പറഞ്ഞ കേട്ടാലും കേൾക്കഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുക, പറഞ്ഞില്ല എന്നുള്ള കാരണം കൊണ്ട് വരാൻ പാടില്ല. നമ്മളെ ആക്കിയ സ്ഥാനത്ത് നമ്മുടെ വിശ്വാസത്തോടെങ്കിലും ഈ കാര്യങ്ങൾ നമ്മുടെ സഭയിലെങ്കിലും പറയുക. ബാക്കിയുള്ളൊരു കാര്യം ഓൺലൈനിൽ അല്ല, എൻ്റെ ചോദ്യം അതല്ല. ഇത് കാര്യം സഭായോഗത്തിന് പറയുന്നത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. അതെ, ഈ കാര്യം സഭയത്തല്ല, പിന്നെ ഇവിടെ പറയും. ആളുകളിൽ ഒരുമിച്ച് വരുന്ന സഭയത്തല്ലേ ഉള്ളൂ. അപ്പം ചില കാര്യങ്ങൾ നമ്മൾ മറച്ചു വെച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇനി അത് മറച്ചു വെക്കാൻ ഒക്കാത്തൊരു കാലത്തിലേക്ക് വന്നത് പറഞ്ഞേ പറ്റൂ. പിള്ളേരും അപ്പനും അമ്മയും ഒക്കെ ഇരിക്കുന്ന സദസ്സിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു നോക്കൂ. ഇനി ഞാൻ അടുത്തൊരു കാര്യം പറയുകയാണ്. അപ്പം അടുത്തൊരു വലിയ വിഷയമാണ് കല്യാണം വേണം, പക്ഷേ അത് സെയിം സെക്സിൽ നിന്ന് വേണം. അത് ഹോമോസെക്ഷുവാലിറ്റി. ആണിനെ കല്യാണം കഴിക്കുക, പെണ്ണിനെ കല്യാണം കഴിക്കുക. അത് ദൈവം വെച്ച കാര്യമല്ല. അത് സ്വതകോമാരെ ദൈവം ന്യായം വെച്ച പാപമാണ്. അത് ദൈവം എന്നെ വെറുക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല അത്. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെങ്ങനെ ഉണ്ടാകുന്നത്? ദൈവം വെച്ചത് വിശുദ്ധ വിവാഹമല്ലത്. ദൈവം വെച്ച വിശുദ്ധ വിവാഹം എന്ന് പറയുന്നത് ആണും പെണ്ണും കൂടെയുള്ള വിവാഹമാണ്. അത് ദൈവത്താൽ സ്ഥാപിതമായ വിവാഹമാണ്, ദൈവത്താൽ വരുന്ന വിവാഹമാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിവാഹപ്രായമാകുമ്പോൾ അവർക്ക് വിവാഹം കഴിക്കത്തക്കോണമുള്ളതായ നിലയിലേക്ക് മാതാപിതാക്കൾ അവരെ ഡയറക്റ്റ് ചെയ്യുകയും കുഞ്ഞുങ്ങളത് അക്സെപ്റ്റ് ചെയ്യാനും തയ്യാറാകണം. പണ്ടത്തെ കാലത്ത് അപ്പനും അമ്മയും പറയുമ്പോൾ പിള്ളേരത് കേൾക്കുമായിരുന്നു. എന്നാൽ ഇപ്പോഴേ അത്രയും കേൾക്കാൻ അവർക്ക് വിദ്യാഭ്യാസപരമായിട്ട് മറ്റ് സാങ്കുട്ടി പറഞ്ഞ പോലെ പല കൺസേൺസ് ഉള്ളതുകൊണ്ട് അവർ ഇച്ചിരി കഴിയട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് ആട്ടെന്ന്. ഇപ്പോൾ പിള്ളേരൊക്കെ പറയുമ്പോൾ അവർ ആദ്യം ഒരു നാണം പോലെ പിന്നെ ആട്ടെന്ന് പറയുക. പിന്നെ അങ്ങനെ തട്ടി നീട്ടിപ്പോകുമ്പോൾ എന്താ സംഭവിച്ചു ചോദിച്ചാൽ പ്രായം കൂടി പോവുകയാണ്. പ്രായം കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മലയാളി കൾച്ചർ അനുസരിച്ച് നമുക്ക് മാച്ച് കിട്ടാൻ പ്രയാസമാണ്. അവിടെയാണ് വിഷയം. അപ്പം ഞാൻ ഇത് വിഷയം പഠിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകം 24-1 വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. അബ്രഹാം വയസ്സെന്ന് വൃദ്ധനായി യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. തൻ്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതിനൊക്കെ വിചാരകരമായ ദാസോട് അബ്രഹാം പറഞ്ഞത്, നിന്റെ കൈ എൻ്റെ തൊഴിലിനും കീഴെ വയ്ക്കുക. ചുറ്റും പാർക്കുന്ന കന്യകമാരിൽ നിന്ന് നീ എൻ്റെ മകന് ഭാര്യ എടുക്കാതെ എൻ്റെ ദേശത്തെ ഒരു ചാർച്ചക്കാരെ അടുക്കലും ചെന്ന് എൻ്റെ മകനായ ഇസ്ഹാക്കിന്റെ ഭാര്യ എടുക്കണമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമേ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെക്കൊണ്ട് സത്യം ചെയ്യിക്കുന്നു. അപ്പോൾ വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിന് വിവാഹപ്രായമെത്തിയപ്പോൾ അവൻ്റെ വിവാഹ കാര്യത്തിൽ അബ്രഹാം ഗൗരവമായ സ്റ്റെപ്പ് എടുക്കുകയാണ്. അത് എലിയാസറിനെ ഏൽപ്പിക്കുന്നു. എലിയാസർ പരിശുദ്ധമായ നിദാനമാണ്. പ്രത്യേക ഒരു കാര്യം അബ്രഹാം ഇവിടെ പറയുന്നുണ്ട്. ചുറ്റും പാർക്കുന്ന കനാന്യരുടെ നടുവിൽ നിന്ന് എൻ്റെ മകന് ഭാര്യ എടുക്കാതെ എൻ്റെ സ്വന്തക്കാരുടെ കൃപ എടുക്കണം എന്ന് പറഞ്ഞാൽ ആത്മീയമുള്ള ദൈവികമുള്ള ദൈവത്തെ അറിയുന്ന ഒരു തലമുറയുമായി വേണം വിവാഹം നടത്തണമെന്നാണ് അബ്രഹാം പറഞ്ഞു വരുന്നത്. അതിനുവേണ്ടിയാണ് എലിയാസ്. നിങ്ങൾക്കറിയാം, അവിടെ എലിയാസർ ചോദിച്ചു, ഞാൻ ചെന്ന് പെൺകുട്ടിയെ കണ്ടിട്ട് പെൺകുട്ടിക്ക് എന്നോട് വരാൻ മനസ്സിലെങ്കിൽ എങ്ങനെയാണ് കാര്യം മുമ്പോട്ട് നടക്കുന്നത്, അതെങ്ങനെ നടക്കും, എങ്ങനെ കാര്യം നടക്കുമെന്ന് ചോദിച്ചപ്പോൾ അബ്രഹാം പറഞ്ഞതിന് മറുപടി ഉണ്ട്, കൽദരെ പട്ടണമായ ഊരിൽ നിന്ന് എന്നെ വിളിച്ചിറക്കിയ തേജോവാനായ ദൈവം തൻ്റെ ദൂതനെ നിന്റെ മുമ്പിൽ വെച്ച് എൻ്റെ മകനെ ഒരു ഭാര്യയെ നൽകാതിരിക്കുമോ?
പിന്നെ നമ്മളെ ചരിത്രം എല്ലാം പഠിക്കുമ്പോൾ അത് തന്നെ സംഭവിച്ചു. അബ്രഹാം എന്താഗ്രഹിച്ചു അതുപോലെ എലിയാസറിന്റെ മുമ്പിൽ ദൈവം പെൺകുട്ടിയെ കൊണ്ടു കൊടുക്കുകയും ദൈവത്തിന്റെ ദൂതനെ തന്നെ അയച്ച് കാര്യങ്ങളെല്ലാം സെറ്റാക്കി കൊടുത്തു. അപ്പോൾ നമുക്കിതിനകത്ത് മനസ്സിലാക്കുന്ന കാര്യമുണ്ട്, ദീർഘവീക്ഷണമുള്ള മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യം, അതാണ് എൻ്റെ ചിന്ത, അതാണ് ആളുകളോട് പറയാനുള്ള ദൂതും എനിക്കതാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ കുഞ്ഞുങ്ങൾ വളർച്ചയിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ ഗൗരവമായിട്ടൊരു വിവാഹ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ മെഡിസിൻ്റെ പഠനം, നേഴ്സാക്കണം, എഞ്ചിനീയറാക്കണം, അതിന് ടെസ്റ്റ് എഴുതിക്കണം, ഞായറാഴ്ച 6,000 മുടക്കിയിട്ട് എൻ്റെ എല്ലാം പുറകെ വിടുന്നു, പിള്ളേരെ എൻ്റെ പുറകെ ഓടിക്കുന്നു, വണ്ടി മേടിച്ചു കൊടുക്കുന്നു, പിന്നെ അവർക്ക് പൈസ ഇഷ്ടപ്പെട്ട് കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ച് വീഴുമ്പം തൊട്ടേ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. അല്ല 28-30 വയസ്സാകുമ്പോഴല്ല ഈ കാര്യത്തിൽ പ്രാർത്ഥിക്കേണ്ടത്. ചെറുപ്പം തൊട്ടേ നമ്മൾ കൂടി പ്രാർത്ഥിക്കണം. നല്ലൊരു മാച്ച്, നല്ലൊരു കുഞ്ഞ്, നല്ലൊരു വിവാഹം അവർക്ക് ഉണ്ടാകിയാൽ മാത്രമേ അവരുടെ ജീവിതം സന്തോഷമായിട്ട് മുമ്പോട്ട് പോകത്തുള്ളൂ. ഒരു ചെടി വെച്ചു, അത് വളർന്നു വന്ന് പൂക്കാറായി മൊട്ടായിരിക്കുക, അത് വിടരാറാകുമ്പോൾ അത് വിടരാൻ കഴിയാതെ ഞെടുപ്പിൽ അതിൻ്റെ ഞെടുപ്പിൽ അതിനെ അടർത്തിക്കളയുന്ന, അല്ലെ അത് പുഷ്പിക്കാതിരിക്കാൻ കഴിയുന്ന, വിടരാതിരിക്കാൻ കഴിയുന്ന ഒരു പോരാട്ടം നമ്മളെ ചെടി വെച്ചിട്ട് എന്തിനു കാര്യമുണ്ടോ? കുഞ്ഞിനെ നമ്മൾ ജനിപ്പിച്ച് പ്രസവിച്ചു, വളർത്തി, പഠിപ്പിച്ചു, ജോലി കിട്ടി, എല്ലാ കാര്യവും നടന്നു, അതിന് വിവാഹം നടക്കുന്നില്ല, അടുത്ത തലമുറ ഉണ്ടാകുന്നില്ല, അവരെ കുടുംബ ധന്യമായ ഒരു മനുഷ്യ ജീവിതത്തിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ലൈഫ് എന്ന് പറയുന്നത് വളരെ ജോലിയാണ്. നമ്മുടെ വീടിനെ സന്തോഷമാക്കാനും ദുഃഖമാക്കാനും നമ്മുടെ കുടുംബജീവിതത്തിന് കഴിയും. ഒരാൾ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, യു ക്യാൻ മേക്ക് യുവർ ഹോം എ പ്രിസൺ ഓർ എ പാലസ്. നമ്മുടെ വീടിന് നമുക്ക് പ്രിസൺ ആക്കാൻ പറ്റും, പാലസ് ആക്കാൻ പറ്റും. അത് കുടുംബജീവിതം അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഗൗരവമായ കാര്യം നമ്മുടെ തലമുറകൾ വിവാഹപ്രായം എത്തുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വിവാഹം നടത്തത്തക്കവണ്ണം ആത്മീയമായ യോജിച്ച ചേർന്ന വിവാഹങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ കുറച്ച് എനിക്ക് പറയാനുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അബ്രഹാം ആ കാര്യം ചെയ്തു, എലിയാസർ കാര്യങ്ങൾ ചെയ്തു. എന്നാൽ ഇസ്മായിലിന്റെ കാര്യത്തിൽ അബ്രഹാം അത്രയും കൺസേൺ എടുത്തില്ല. എന്നാൽ വാഗ്ദത്ത സന്തതിയുടെ കാര്യത്തിലാണ് കൺസേൺ എടുത്ത്. അപ്പോൾ നമ്മളെപ്പോഴും നോക്കണം, നമ്മുടെ തലമുറകൾ വാഗ്ദത്ത സന്തതികളാണ്. അവർക്ക് ശുഭകരമായ വിവാഹവും അവരുടെ തലമുറയെ കണ്ട് 4-ാം തലമുറ യോബിനെ കുറിച്ച് പറയുന്നുണ്ട്, അവൻ്റെ അടുത്ത തലമുറകളെയും കണ്ടിട്ടാണ് യോബ് മരിക്കുന്നത്. ആദ്യത്തെ 10 പിള്ളേർ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേരുണ്ടായി, അവരുടെ തലമുറയെയും കണ്ടിട്ടാണ് യോബ് മരിക്കുന്നത്. മനുഷ്യജീവിതത്തിൽ തലമുറകളെ കണ്ട് മരിക്കുക, അവർക്ക് തലമുറ ഉണ്ടാകുന്ന കാണുക, അവരുടെ വിവാഹം കാണുക എന്നൊക്കെ പറയുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്. ഇവിടെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ കാണുന്ന കാര്യമുണ്ട്. 28-ാം അധ്യായത്തിൽ കാണുന്നു, അനന്തരം ഇസഹാക്ക് യാക്കോബിനെ വിളിച്ച് അവനെ അനുഗ്രഹിച്ച് അവനോട് ആജ്ഞാപിച്ച് പറഞ്ഞു, നീ കനാന്യസ്ത്രീകളിൽ നിന്നും ഭാര്യ എടുക്കാതെ പുറപ്പെട്ട 16-ാമിൽ നിന്റെ അമ്മയുടെ അപ്പനായ ബെഥുവേലിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രിമാരിൽ നിനക്കൊരു ഭാര്യ എടുക്കുക. അബ്രഹാമിന്റെ മകനായ ഇസഹാക്ക് അപ്പന്റെ അതേ മാതൃക. അപ്പൊ യാക്കോബിന്റെ പ്രായമായപ്പോൾ ഇസഹാക്ക് യാക്കോബിനെ വിളിച്ച് പറയാണ്, നീ ചുറ്റും പാർക്കുന്ന ആളുകളെ എടുക്കരുത്, എന്ത് ചെയ്യണം, നിന്റെ അമ്മയുടെ സഹോദരൻ അടക്ക പോയിട്ട് നിനക്കൊരു ഭാര്യ എടുക്കണം എന്ന് പറഞ്ഞ് അവനെ ഉത്സാഹിപ്പിച്ച് വിടുകയാണ്. അപ്പൻ എന്ത് കാണിച്ചോ അത് തന്നെ ഇസഹാക്കും കാണിക്കുകയാണ്. യേശാവ് അപ്പോഴത്തേനും പക്ഷേ അപ്പൊ യേശാവിന്റെ കാര്യം വായിക്കുന്നുണ്ട്. അതിന് 9-ാമത്തെ വാക്യം 7-ാം വാക്യത്തിൽ ഇസഹാക്ക് യാക്കോബിനെ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ച് 16-ാമിൽ നിന്ന് ഭാര്യ എടുപ്പാൻ അവനെ അവിടേക്ക് അയച്ചു. അവനെ അനുഗ്രഹിക്കുമ്പോൾ നീ കനാന്യസ്ത്രീകളിൽ നിന്ന് ഭാര്യ എടുക്കരുതെന്ന് അവനെ കൽപ്പിച്ചു. യാക്കോബ് അപ്പനെയും അമ്മയും അനുസരിച്ച് 16-ാമിലേക്ക് പോയതും ഏശാവ് അറിഞ്ഞപ്പോൾ കനാന്യസ്ത്രീകൾ തൻ്റെ അപ്പനായി ഇസ്ഹാക്കിന് ഇഷ്ടമുള്ളവരല്ല എന്ന് കണ്ട് ഏശാവ് ഇസ്മായിലിന്റെ അടുക്കൽ ചെന്ന് തനിക്കുള്ള ഭാര്യമാരെ കൂടാതെ അബ്രഹാമിന്റെ മകനായ ഇസ്മായിലിന്റെ മകളും നെബയോത്തിന്റെ സഹോദരിയുമായ മഹലോത്തിനെ വിവാഹം കഴിച്ചു. അപ്പൊ ഇവിടെ ഏശാവ് എന്ത് ചെയ്തു? യാക്കോബിന്റെ പ്ലാനിൽ നിന്നില്ല. അവൻ കനാന്യസ്ത്രീകളിൽ നിന്ന് വിവാഹം കഴിക്കുകയും അവൻ പിന്നെ ഇസ്മായിലിന്റെ മക്കളെ കല്യാണം കഴിക്കുകയും ചെയ്തു. ലൈൻ വിട്ടുപോയി. എന്നാൽ യാക്കോബ് ആ ലൈനിൽ തന്നെ അബ്രഹാം പറഞ്ഞ ലൈനിൽ തന്നെ നിൽക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് പിതാക്കന്മാരുടെ കാര്യം പഠിച്ചു വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. തലമുറകളെ പഠിപ്പിക്കുകയും അവരുടെ ഭാവി ഉണ്ടാക്കുകയും ചെയ്യുന്ന പോലെ തന്നെ ഗൗരവമുള്ള കാര്യമാണ് വിവാഹം.
എന്നാൽ യാക്കോബിൻ്റെ കാലം ഇപ്പോൾ ഞാൻ ഒത്തിരി വിശുദ്ധ പരസ്യപ്പെടുക്കുന്നില്ല. യാക്കോബിൻ്റെ കാലം വന്നപ്പോൾ എന്ത് ചെയ്തു? യാക്കോബിന് 12 മക്കളുണ്ടായി, ഒരു മോളും ഉണ്ടായി. യാക്കോബിൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹ സമയം വന്നപ്പോൾ യാക്കോബ് ഇത് ഗൗരവമായി കണ്ടില്ല. ഒരു വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഒത്തിരി ഉണ്ട്. അത് നമുക്ക് ഒരു ഷോർട്ട് സംഭവം ആയതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. യാക്കോബിൻ്റെ കുഞ്ഞുങ്ങളുടെ കല്യാണം വന്നപ്പോൾ അപ്പനും വല്യപ്പനും കാണിച്ച ഗൗരവം യാക്കോബ് കാണിച്ചില്ല. യാക്കോബിന് ഒറ്റ മോളെ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ പേര് ദീന എന്നാണ്. അവള് ദേശത്തിലെ ആളുകളെ കാണാനായിട്ട് പോയ സ്ഥിതിക്ക് അവൾക്ക് അവിടെ ഒരു അപജയമുണ്ടായി. അവളെ പിടിച്ചുകൊണ്ട് പോയി. അവളെ മറ്റൊരു ലെവലിലേക്ക് ബലാത്സംഗം ഒക്കെ ചെയ്ത് ഒരു നാറ്റിച്ച ദേശത്ത് അപമാനമായി മാറി. അപ്പോൾ അവിടെയും എന്താ സംഭവിച്ചു? തലമുറയുടെ കാര്യത്തിൽ യാക്കോബ് ഗൗരവം നിന്നില്ല. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആത്മീയമായ തലമുറകൾ വിവാഹം കഴിക്കുമ്പോൾ ആത്മീയരെ വേണം വിവാഹം കഴിക്കാനായിട്ട്. നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ വിവാഹം ആലോചിക്കുന്നത് മാതാപിതാക്കളായിരുന്നു. അവരെ ആലോചിച്ചിട്ട് നമ്മളിടയ്ക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ പറയും, ഈ വിവാഹം നിനക്ക് പറ്റിയതാണെന്ന് നോക്കാൻ പറയും. അങ്ങനെ ആട്ടെന്ന് പറയും. നോക്കാൻ പറയുമെന്നല്ല, നീ അതിനെ കെട്ടിയാൽ മതി എന്ന് പറയും. അങ്ങനെ ആയിരുന്നു. അതെ, അങ്ങനെ ആയിരുന്നു. അതിനകത്ത് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് അത് ആ ഒരു സിസ്റ്റത്തിലായി. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാസ്റ്റർ പറയുന്നതനുസരിച്ച് ആ സിസ്റ്റം ഒരിക്കലും നടക്കത്തില്ല. ഞാൻ നടക്കാൻ ഞാൻ പറയുന്നുമില്ല. ഞാൻ ബൈബിളിന്റെ ആസ്പെക്ട് പറയുക. അതാണ് ഞാൻ പറയാൻ വരുന്ന കാര്യം. നമ്മൾ വിഭാവനം ചെയ്യുന്ന ആ ലെവൽ ചിലപ്പോൾ പിള്ളേരുടെ ലെവലിൽ വന്നെന്ന് വരത്തില്ല. പക്ഷേ അവർ പറഞ്ഞു നോക്കേണ്ട കാര്യമുണ്ട്. അവർ വിവാഹ ജീവിതത്തെ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അവരിണകളെ കണ്ടുപിടിക്കുന്നെങ്കിൽ, ആത്മീയ നിലവാരമുള്ള ആളുകളെ മാച്ച് ഇണയെ കണ്ടുപിടിക്കാനായിട്ട് അവർ തയ്യാറാകണം എന്നവർ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞാൻ സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന കാര്യമുണ്ട്. നിങ്ങളൊരു ചെറുക്കനോ ഒരു പെണ്ണിനോ ഒരു വരനോ ബന്ധുവിനോ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ നമ്മളോട് പറയണം, മതങ്ങളോട് പറയണം. പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യമുണ്ട്, ആത്മീയരാണ്, നമുക്ക് ചേർന്നതാണ്, എനിക്ക് ബോധ്യപ്പെട്ടു, ഡാഡിയും മമ്മിയും ആ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കൂടെ ആ കാര്യത്തിൽ ഇടപെട്ട് ശ്രദ്ധിക്കാം. എല്ലാ സെറ്റ് ചെയ്ത് രജിസ്റ്റർമാരെ കഴിഞ്ഞ് വന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർ എപ്പോഴും നോക്കുന്നത് സൗന്ദര്യത്തില്ല പ്രാധാന്യം കൊടുക്കുന്നത്. സൗന്ദര്യം നല്ല സൗന്ദര്യമാണോ? അപ്പോൾ ആദ്യമൊക്കെ പാലോ തേനോ പോലൊക്കെ വർത്താനം പറയും. അപ്പോൾ അവർ വിചാരിക്കും ഇതായിരിക്കും കറക്റ്റ് എന്ന് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകുന്നത്, കാര്യത്തിലോട്ട് കടക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇത് കൈവിട്ട് പോയല്ലോ എന്നൊക്കെ മനസ്സിലാകാതെ. ഞാൻ പൗരുഷം കൊണ്ടൊരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു. ഞാൻ ചെന്തിന് ആത്മഹത്യ ചെയ്യുന്നേ? അതെനിക്ക് ജീവിക്കണ്ട. ഞാൻ ചെന്ത കാര്യം, എൻ്റെ ഭർത്താവ് എന്നോട് സംസാരിക്കുന്നില്ല, കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. അതിന് രാവിലെ 9 മണിക്ക് പോയാൽ വൈകിട്ട് 9 മണിക്ക് വീട്ടിൽ വരുന്നത്. വന്നു കഴിഞ്ഞാൽ കുളിച്ച് കഴിച്ചിട്ട് പിന്നെ കമ്പ്യൂട്ടറിലോട്ട് കയറുക, പിന്നെ മൊബൈലോട്ട് കയറുക, എന്നോട് സംസാരിക്കുന്നില്ല, പിള്ളേരോട് എന്നെ കെയർ ചെയ്യുന്നില്ല, എനിക്ക് ജീവിക്കണ്ട. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ അതോ ലവ് മാരേജ് ആയിരുന്നു? എന്നോട് പറഞ്ഞു ലവ് മാരേജ് ആയിരുന്നു. ഞാൻ ചോദിച്ചു എത്ര നാൾ ലവായിട്ട് നടന്നു? 9 വർഷം. അപ്പം ഞാൻ ചോദിച്ചു 9 വർഷം ലവായിട്ട് നടന്നിട്ട് അറിഞ്ഞില്ലേ ഇത് സംസാരിക്കുന്നില്ലെന്ന്? എൻ്റെ പാസ്റ്റർ അന്ന് മുഴുവൻ സംസാരമുള്ളായിരുന്നു, ഈയിടെ സംസാരിക്കാതായത്. അപ്പം ഞാൻ തമാശയുടെ കാര്യം പറഞ്ഞു, കുഞ്ഞു ഒരാഴ്ച പിന്നെ സംസാരിക്കേണ്ട 9 വർഷം സംസാരിച്ച് കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് പിന്നെ സംസാരിക്കേണ്ട ആവശ്യം ടോപ്പിക്കില്ലാതായിപ്പോയി. അതാ പറ്റിപ്പോയത്. അവിടെയാ അതിൻ്റെ അപജയം എന്ന് പറയുന്നത്. ഇപ്പം ലവ് മാരേജിനോട് നമ്മളതിനെ എതിർക്കാനൊന്നുമല്ല ഞാനീ പറയുന്നത്. ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ മാതാപിതാക്കളെ കണ്ട് ആ കാര്യങ്ങൾ ധരിപ്പിക്കുകയും വീട്ടുകാർ തമ്മിൽ സംസാരിച്ചിട്ട് ധാരണപ്പെടുത്തുകയും ചെയ്യണം. പക്ഷേ ഇതിന് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഒരു തണ്ടിയും തരവുമായിരിക്കണം. ഒന്നാമത്തെ കാര്യം ആത്മീയ. പണ്ടത്തെ കാലത്ത് നമുക്കറിയാമല്ലോ, പെണ്ണ് കാണാൻ പോകുമ്പോൾ ആദ്യം ചോദിക്കുന്നത് രക്ഷിക്കപ്പെട്ടതാണോ, സ്നാനപ്പെട്ടതാണോ, അഭിഷേകം പ്രാപിച്ചാണോ, അല്ല അച്ഛൻ ആരാധനയ്ക്ക് പോകുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു. അല്ല, അത് മാറിയിട്ട് ഒത്തിരി കാലമായി. അല്ല, അങ്ങനെ മാറാൻ പറ്റത്തില്ല. അങ്ങനെ മാറിയതിൻ്റെ ഒത്തിരി ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നു. അതായത് ഈ നമ്മളുടെ ഒരിടയ്ക്ക് നമ്മുടെ ഇടയിലെല്ലാം ഈ ഒരാഴ്ച കൊണ്ട് കല്യാണ ആലോചനയും പെണ്ണ് കാണലും ചെറുക്കൻ കാണലും വീട് കാണലും എല്ലാം നടന്ന് 2-3 ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് അമേരിക്കയിൽ നിന്നോ ഗൾഫിൽ നിന്നോ വന്നു കല്യാണം കഴിച്ചു പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പം അത് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം അതൊക്കെ ഒത്തിരി അന്വേഷണങ്ങളില്ലാതെ നടക്കുന്ന ഒത്തിരി വിവാഹങ്ങൾ, അതിനകത്ത് ഒത്തിരി പാളിച്ച വന്നിട്ടുണ്ട്. ഒത്തിരി പാളിച്ചകൾ വന്നു. പക്ഷേ പാളിച്ച വന്നപ്പോൾ തന്നെ ശരിയായി പോയിട്ടുള്ളതും ഉണ്ട്.
ഡിപ്പെൻസ്. അതായത് എല്ലാം പാളുന്നു എന്നല്ല, എല്ലാം നന്നാകുന്നു എന്നല്ല. പക്ഷെങ്കിൽ എൻ്റെ ഒരു ചിന്ത ഞാനിപ്പം പറയുകയാണ്, കല്യാണാലോചന വന്നാൽ ഇനി ഇപ്പോഴേ നമ്മുടെ മണവാളിനും മണവാട്ടിയും നമ്മൾ പറയാം, വരനും വധുവും ഒരു സംസാരിക്കണം എൻ്റെ ആവശ്യം, എൻ്റെ ഒരു ചിന്ത. കാരണം സംസാരിക്കാത്തതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ട് വരികയാണ്. ആശയങ്ങൾ കൈമാറണം. അതെ, കാരണം ഇത് ഒരു ചെറിയ കാര്യമല്ല. അല്ല, ഏറ്റവും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ പറയാം, ഒരു കോഴിയുടെ കീഴിൽ കോഴിക്കുഞ്ഞ് 3 മാസമേ നിൽക്കുന്നുള്ളൂ. പശുവിനുടെ പശുക്കുട്ടി 1 വർഷമാണ് നിൽക്കുന്നത്. അതെ അല്ലേ? അതെ. അപ്പൻ്റെ അമ്മയുടെ കൂടെയും ഒരു മണവാളിനും മണവാട്ടി മണവാട്ടി 25 വർഷമാണ് നിൽക്കുന്നത്. ബാക്കി അത് 80 വർഷം 75 വർഷം ജീവിതം 50 വർഷം ഒരു പുരുഷൻ്റെ കൂടെ പാർക്കുകയാണ്. 50 വർഷം ഒരുമിച്ച് പാർക്കേണ്ട ആ മനുഷ്യൻ തെറ്റിയാൽ അവിടെ ജീവിതം പോയി. പശുചിരിമച്ചൻ പണ്ടൊരിക്കൽ പറഞ്ഞു, മാടാണെങ്കിൽ ചന്തയെ കൊണ്ടുവന്ന് മാറാം, ഫുഡാണെങ്കിൽ ഒരു ദിവസമേ നഷ്ടപ്പെടത്തുള്ളൂ. ഒരു ഫുഡ് വഴിപ്പിപ്പോയല്ലോ, കൃഷി നശിച്ചാൽ ഒരു സീസണേ നശിക്കത്തുള്ളൂ. അല്ല, ഈ കൺസേൺ ആണ് ഈ കുഞ്ഞുങ്ങളെ വിവാഹത്തിൽ നിന്ന് വിലക്കുന്നത്, അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തുന്ന കാര്യം ഇതാണ്. ആ ഭയപ്പെട്ട് അവർ ഒഴിഞ്ഞു മാറി നിന്നുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. കാര്യങ്ങളൊക്കെ നീങ്ങി ഒക്കത്തുള്ളല്ലോ. ഏതൊരു കല്യാണം കഴിക്കണമല്ലോ. അപ്പോൾ അവർക്ക് ആശയങ്ങൾ കൈമാറി ഒരു കാര്യം 100% പെർഫെക്റ്റ് ആയിട്ട് ഭാര്യയില്ല, 100% പെർഫെക്റ്റ് ആയിട്ട് ഭർത്താവും ഇല്ല. അതുകൊണ്ട് എന്ത് വേണം? ആശയങ്ങൾ കൈമാറി അവർക്ക് തമ്മിൽ പാർക്കാൻ ഒക്കുമെന്നുള്ളൊരു ലെവലിലോട്ട് അവർ സംസാരിക്കണമെങ്കിൽ സംസാരിക്കണം. അപ്പോൾ ഒന്നാമത്തെ പ്രാധാന്യം ആത്മീയതയ്ക്ക് കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആത്മീയതയ്ക്ക് കൊടുക്കണം. ആത്മീയതയ്ക്ക് കൊടുക്കുന്നില്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും. നമ്മൾ ബൈബിളിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചർച്ചയിൽ ഞാൻ പറഞ്ഞപ്പോൾ കേട്ട് കാണുമല്ലോ. ഇവിടെ അന്നത്തെ കാലത്തെ ഈ ദൈവത്തിന് വഴിവിട്ടു പോകുന്ന വിവാഹങ്ങൾ നടന്ന കാലഘട്ടങ്ങളിലൊക്കെ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ സംഖ്യാപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെയും ഇതുപോലെ തന്നെയുള്ള മൂല്യച്യുതികളുണ്ടായി. ആ മൂല്യച്യുതികളുണ്ടായ കാലഘട്ടത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ടുകൾ അന്നത്തെ കാലത്ത് ഉണ്ടാകാനായിട്ട് ഇടയായിത്തീർന്നു. അത് വലിയ പ്രയാസത്തിന് കാരണമായി തീർന്നു. അത് 25-ാം അധ്യായത്തിൻ്റെ സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിലാണ് അത് പ്രധാനമായും നമ്മൾ കാണുന്നത്. അതിങ്ങനെയാണ്: ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അപ്പം ജാതികളുമായി പരസംഗം തുടങ്ങി. അവർ ജനങ്ങളെ തങ്ങളുടെ ദേവന്മാരിലേക്ക് ബലികൾക്ക് വിളിക്കുകയും അവരെ ഒരുമിച്ച് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് ബലിയാൻ വെച്ചു കൊടുത്ത ഒരു തന്ത്രമാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചു? ആ ഒരു ഇടകലർച്ച മൂലമായിട്ട് ആളുകളെ ജാതികളോട് ചേരാൻ ഇടയാത്തി വരുന്നു. ഇസ്രായേൽ മക്കൾ സർവ്വസ്വയം കാണുക ഒരു ഇസ്രായേലിയൻ തൻ്റെ സഹോദരന്മാരുടെ മധ്യത്തിലേക്ക് ഒരു മിദ്യാന്യ സ്ത്രീയെ കൊണ്ടുവന്നു. അപ്പോഴേ അഹരോന്റെ പുരോഹിതന്റെ മകനായ എലിയാസറിന്റെ മകൻ ഫിനഹാസ് അത് കണ്ടപ്പോൾ സഭയുടെ മധ്യം എന്ന് എഴുതിയിട്ട് കയ്യിലൊരു കുന്തമെടുത്ത് ഇസ്രായേൽ പിന്നാലെ അന്തഃപുരത്തിൽ കഴിയുന്ന ഇരുവരെയും ഇസ്രായേലിനെയും ആ സ്ത്രീയെയും തന്നെ അവൾ ഉദരം തുളിയും വരെ കുത്തി. അപ്പോൾ ബാധ ഇസ്രായേലിൽ നിന്ന് വിട്ടുമാറി. ബാധ കൊണ്ട് മരിച്ചവരെ 24,000 പേര്. ഇവിടെ ഈ ബിലിയാം ചെയ്തൊരു വലിയ പാതകം മൂലമായിട്ട് ഇസ്രായേൽ മക്കൾ 24,000 പേര് കൊല്ലപ്പെടാൻ ഇടയായി തീർന്നു. അപ്പോൾ ആളുകൾ നോക്കി നിൽക്കുമ്പോൾ ഒരു കനാന്യ സ്ത്രീയെ വിളിച്ചുകൊണ്ട് വരത്തക്കോണമുള്ള തൻ്റെ ഇടമുണ്ടായി ഒരു ഇസ്രായേലിന്. അന്നവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇന്നും അതാ സംഭവിക്കുന്നത്. ജോലി സ്ഥലത്ത് വെച്ച് കണ്ടു, കോളേജ് വെച്ച് കണ്ടു, സ്കൂളിൽ വെച്ച് കണ്ടു, ബസ് സ്റ്റോപ്പ് വെച്ച് കണ്ടു, റെയിൽവേ സ്റ്റേഷൻ വെച്ച് കണ്ടു. എനിക്കിഷ്ടപ്പെട്ടു. ആകെക്കൂടെ സൗന്ദര്യമാണ് അവർ നോക്കുന്നത് മെയിൻ കാര്യം, ബാക്കിയുള്ള സെക്കൻഡറിയാണ്. അപ്പം അതല്ല, നമുക്കൊരു സ്റ്റാൻഡുണ്ട്. ഞാൻ പറയുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ അബദ്ധം പറ്റുന്നത് വിശ്വാസികളായിട്ടുള്ള ആൾക്കും ക്രിസ്ത്യൻസിലുള്ള ആൾക്കുമാണ് ഈ അബദ്ധം പറ്റുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കൊരു കല്യാണ ആലോചന വന്നാൽ, മാട്രിമോണിക്കൂടെ വന്നാലും, നേരിട്ട് വന്നാലും, ലവായിട്ട് വന്നാലും, എന്തു വന്നാലും അത് ദൈവജന പ്രകാരം തികഞ്ഞ ആത്മീയ നിലവാരമുള്ള ആളുകളെ ആയിരിക്കും സെലക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ദോഷമായി തീരും. അങ്ങനെ ആയിട്ട് പോലും ഒക്കുന്നില്ല സഹോദരി. നല്ല ഒരേ ആത്മീയ നിലവാരത്തിലും പ്രാർത്ഥനയിലും പോകുന്നു എന്ന് പറഞ്ഞിട്ട് വിഭാഗം കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡിവേഴ്സിൻ്റെ പക്കലോട്ട് ആളുകൾ നീങ്ങിയാണ്. കഴിഞ്ഞ ദിവസം മനോരമയ്ക്ക് വാർത്ത ഉണ്ടായിരുന്നു. ഒരു വർഷം 1,30,000 കല്യാണമാണ് കേരളത്തിൽ നടക്കുന്നത്. അടുത്ത വാർത്ത, അതിൽ 30,000 വിവാഹം ഡിവേഴ്സ് ആകുന്നത്. അത് 2ാം സ്ഥാനം ക്രിസ്ത്യൻസിനാണ്. എൻ്റെ കൊച്ചുപ്രായത്തിൽ ഡിവേഴ്സ് ഞാൻ കേട്ടിട്ടേ ഇല്ല. എവിടെയാ പ്രശ്നം? ഈഗോയാണ്. പണ്ട് ഗൃഹനാഥൻ പൈസ ഉണ്ടാക്കുകയും ഗൃഹനായിക വീട്ടിലെ
കുടുംബിനിയായി ജീവിച്ച് മുമ്പോട്ട് പോകുന്ന കാലമാണ്. ഇന്ന് രണ്ടുപേരും ഏണിങ്ങാണ്. അപ്പോൾ ആർക്കും കീഴ്പ്പെടേണ്ട കാര്യമില്ല, രണ്ടുപേരും ഏൺ ചെയ്യുന്നു. അപ്പോൾ കീഴ്പ്പെട്ട് സന്തോഷത്തോടും സമാധാനത്തോടും സ്നേഹിക്കുകയും കരുതുകയും ചെയ്തെങ്കിൽ മാത്രമേ കുടുംബജീവിതം ധന്യമായിട്ട് പോകുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിത്തം പോലെ തന്നെ ഗൗരവമായി മാതാപിതാക്കൾ കുടുംബജീവിതത്തെ കാണണം, അവരുടെ കുടുംബജീവിതത്തെ കാണണം. അവർ ജീവിച്ചിരിക്കുമ്പോൾ, ആരോഗ്യത്തിലിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ വിവാഹം കഴിച്ചാൽ കാണണം, അവരുടെ തലമുറകളെ കാണണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അവർ ചെറുപ്പം ആയിരിക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങണം. എൻ്റെ അഭിപ്രായത്തിൽ 10-20 വയസ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ കുടുംബജീവിതത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നീക്കുകയും കണ്ടുവെക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു തുടങ്ങണം. ഇത് സഭയുടെയും കൂടെ ഒരു ഉത്തരവാദിത്വമാണ്. പക്ഷെ സഭ ആ കാര്യത്തിൽ മോശയുടെ ഏലിയാവിൻ്റെ പ്രസംഗമല്ലാതെ ഇങ്ങനെയുള്ളതായ പ്രാക്ടിക്കലായ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നില്ല എന്നുള്ളതാണ്. ഞാൻ വിദേശത്ത് പോയപ്പോൾ കേട്ട കാര്യമുണ്ട്. അവിടെ അവർ നേരത്തെ കല്യാണം കഴിച്ചിട്ട് അവർ പഠിച്ച് അത് കഴിഞ്ഞിട്ട് അവർ പഠിക്കുക. ആ കൂട്ടത്തിൽ കുഞ്ഞുങ്ങളും ഉണ്ടാകുന്നുണ്ട്, പഠിക്കുകയും ചെയ്യുന്നുണ്ട്, കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്, അവർ ജോലി ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അല്ല, ജീവിതത്തെ ആ നിലയിൽ നേരിടാൻ സാധിക്കുന്ന ഒരു വലിയ കാര്യമാണ്. പക്ഷെ പ്രാക്ടിക്കലി പലപ്പോഴും ആളുകൾ, ചെറുപ്പക്കാർ അങ്ങനെ ചിന്തിക്കുക. നമ്മുടെ സഭയിലെ ഒരു ഫാമിലി അവർ കല്യാണം കഴിച്ച് 3 കുഞ്ഞുങ്ങളുണ്ട്. മെഡിസിൻ്റെ ഡിഗ്രി കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് 3 വർഷത്തെ കോഴ്സും കഴിഞ്ഞ് ഇന്ന് ഡോക്ടർ ജോലി, ഒരു നല്ല പ്രൊഫഷണൽ ജോലി ചെയ്യുന്നൊരു ഫാമിലി. ഹസ്ബൻഡ് എഞ്ചിനീയർ, പിന്നെ വൈഫ് ഡോക്ടറാണ്. 3 കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളും വളരുന്നുണ്ട്, പഠിത്തവും നടക്കുന്നുണ്ട്, ജോലിയും നടക്കുന്നുണ്ട്. നമ്മുടെ ഒരു കൺസേൺ ആണ് ഇതെല്ലാം കഴിഞ്ഞ്. അപ്പോഴെന്താ സംഭവിക്കുന്നത്? ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് സെറ്റിലായിട്ട് വിവാഹം കഴിക്കാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചിന്ത. പക്ഷേ വിവാഹം കഴിച്ചാണ് സെറ്റിൽ ആകേണ്ടത്. അത് നമ്മുടെ ആളുകൾ പറഞ്ഞ് ബോധവാന്മാരാക്കണം. എൻ്റെ ഒരു അഭിപ്രായം പോലെ പാസ്റ്റർമാർ ഈ കാര്യങ്ങൾ സഭയിൽ മറച്ചു വെക്കരുത്, പരസ്യമായി പ്രസംഗിക്കണം. നമ്മൾ ചെറുപ്പക്കാരെ ഈ കാര്യത്തിൽ ബോധവാന്മാരാക്കണം. ആക്കിയില്ലെങ്കിൽ പ്രായം കഴിഞ്ഞ പിന്നെ മാച്ച് കിട്ടത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ മലയാളി സംസ്കാരത്തിൽ നമുക്ക് കിട്ടത്തില്ല. വലിയ പാടാന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ആ കാര്യത്തിൽ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് 25 വയസ്സായപ്പോഴാണ് എൻ്റെ മോളെ ഞാൻ വിവാഹം കഴിപ്പിച്ചത്. ഞാൻ വിചാരിച്ച് പെട്ടെന്നെല്ലാം നടക്കുമെന്ന് വിചാരിച്ച് കാര്യങ്ങളോട്ട് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് അത്ര ഈസി അല്ല. ഒരു ആത്മീയനായ പയ്യനെ കിട്ടാനും വിവാഹം നടക്കാനും വളരെ ടാസ്ക് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആത്മീയ തലമുറകളെ ആത്മീയ ജീവിതത്തിലേക്ക് അവരെ നയിക്കത്തക്കോണമുള്ളതായ, അവരെ ഗൈഡ് ചെയ്യത്തക്കോണമുള്ളതായ നിലയിൽ അവരെ ആത്മീയ ശിക്ഷണമുള്ള കുടുംബങ്ങളുമായുള്ള ബന്ധുതകൾ ഉണ്ടാകണം. സ്പിരിച്വൽ ഫാമിലിയുമായിട്ടുള്ള ബന്ധം. ഒരു കല്യാണം എന്ന് പറയുന്നത് അത് ആണും പെണ്ണും കല്യാണം മാത്രമല്ല, 2 കുടുംബങ്ങൾ തമ്മിലുള്ള കല്യാണമാണ്. 2 ഫാമിലികൾ തമ്മിൽ, 2 സഭകൾ തമ്മിൽ, 2 ദേശം തമ്മിൽ. നമ്മുടേതായിട്ടുള്ളൊരു സിസ്റ്റമുണ്ട്, നമ്മുടെ ഒരു സ്റ്റാൻഡേർഡുണ്ട്. ആ സ്റ്റാൻഡേർഡിൽ വരുമ്പോൾ 1-ാം സ്ഥാനം കൊടുക്കേണ്ടത് ആത്മീയതയ്ക്കാണ്. രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, പരിശുദ്ധമായ ശക്തി പ്രാപിച്ച് വിശുദ്ധ ജീവിക്കുന്ന, ആരാധന പങ്കെടുക്കുന്നത്. നമ്മുടെ കല്യാണം കൊച്ചൊരു ആലോചന വന്നപ്പോൾ ചെറുക്കനും മുന്നിൽ നമ്മൾ സംസാരിക്കുക, കല്യാണം നടക്കുന്നതിന് മുമ്പായിട്ട്. എന്നെ ചോദിച്ചു, ഇന്ന് ആരാധനയ്ക്ക് പോയോ? പയ്യനോട് ചോദിക്കുക. ഇന്ന് ഞാൻ പോയില്ല, രാത്രി ഭയങ്കര ടയർഡായിട്ടാ വന്നത്, ഇന്ന് ഞാൻ പോയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്കത് ശരി സംശയമുണ്ട്. ഏട്ടാ, ഞായറാഴ്ച ആരാധനയ്ക്ക് പോകാത്തത് ഒരു നല്ല ലെവലല്ലല്ലോ. അപ്പോൾ അങ്ങ് വിട്ടു. പിറ്റേ ഞായറാഴ്ച ടെസ്റ്റ് ചെയ്തപ്പോൾ പിന്നെയും ചോദിച്ചു, ഇന്ന് ആരാധനയ്ക്ക് പോയോ? ചോദിച്ചു. പറഞ്ഞു, ഇന്നും പോയില്ല. 2 ആഴ്ച അടുപ്പിച്ച് പോകാത്ത ഒരു പയ്യനാണ് മനസ്സിലായി ആത്മീയതയില്ല. വേറൊരാളുടെ പയ്യനോട് ചോദിച്ചു, വല്ലപ്പോഴൊക്കെ സിനിമ കാണാൻ പോകാറുള്ളതെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഒക്കേഷണൽ ഡ്രിങ്കറാന്ന് പറഞ്ഞു. വിശ്വാസത്തിലാണെന്ന് ഓർത്തോണം. ഇതൊക്കെ എന്തിനാ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു വെച്ചാൽ നമ്മളൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. കാര്യങ്ങളുടെ വളരെ ഗൗരവത്തിൽ നമ്മൾ കാണണം. നമ്മളെ പിതാക്കന്മാർ നയിച്ച അതേ ആത്മീയതയിൽ നമുക്ക് പോകണം. നമ്മുടെ ഇടയിൽ ഉള്ള ഈ പ്രശ്നങ്ങൾ, ബാക്കിയുള്ളതൊന്നും ഇത്തരം പ്രശ്നങ്ങളില്ല. മറ്റു മതസ്ഥർക്കൊക്കെ അവരുടേതായ ലെവലിൽ തന്നെ അവരെ ഹയറാർക്കി, അവരെ ആ ചുറ്റവട്ടങ്ങളും, ഞാൻ മതത്തിൻ്റെ പേരെടുത്ത് പറയുന്നില്ല, അവരാ ലെവലിൽ നിന്നൊന്നും കുറയുന്നില്ല. ഏത് രാജ്യത്ത് പോയാലും അവരെ ലെവലിൽ നിന്ന് കുറയുന്നില്ല. ചെറിയ പ്രായം തൊട്ടേ അവരെ പഠനങ്ങളുണ്ട്, അവരെ മതപണ്ഡിതന്മാർ, അവരെ മതഗ്രന്ഥത്തിൽ നിന്നുള്ള പഠനങ്ങളുണ്ട്, ശിക്ഷ നിലവിലുണ്ട്, കൃത്യസമയത്ത് സമയം വെച്ചുള്ള പ്രാർത്ഥനകളുണ്ട്. അതെല്ലാം ഒരു തെറ്റും കുറവ് വരുന്നില്ല.
ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് നമ്മളാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായി സ്പിരിച്വൽ ആത്മീയതയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇപ്പോഴേ പ്രാർത്ഥിച്ച് തുടങ്ങണം. അവരുടെ വിവാഹത്തിന് വേണ്ടി നമ്മൾ ഇപ്പോഴേ പ്രാർത്ഥിച്ച് തുടങ്ങണം. അങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങിയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രായമാകുമ്പോൾ അവർക്ക് നല്ല കുടുംബജീവിതം കാണാനും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ അതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് മാതാപിതാക്കളാണ്. അപ്പോൾ ഒന്നാമത്തെ കൺസേൺ സെലക്ട് ചെയ്യുമ്പോൾ ആത്മീയത ഉണ്ടായിരിക്കണം. ശിംശോന്റെ കാര്യം ഞാൻ വായിക്കുന്നില്ല. ശിംശോൻ നാസിറായിരുന്നു, യഹോവയ്ക്ക് വളരെ വേണ്ടപ്പെട്ടവനായിരുന്നു. ശിംശോന്റെ ക്വാളിറ്റി ഒക്കെ എന്ന് പറയാൻ തുടങ്ങി നമ്മുടെ ഇന്നത്തെ ഇന്ത്യയിൽ തീരത്തില്ല. അവനും വളരെ യഹോവയ്ക്ക് ഒത്തിരി ചെയ്തവനാണ്. 300 കുറുക്കന്മാരൊക്കെ വാലോട് വാൽ കൂട്ടിക്കെട്ടി ദൈവത്തിന് അവൻ വളരെ ശക്തമായി നിന്ന് പ്രവർത്തിച്ച ആളാണ് ശിംശോൻ. പക്ഷേ ശിംശോന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ശിംശോന് വളരെ ശിംശോന്റെ ജീവിതത്തിലെ പരാജയത്തിലൊക്കെ നീങ്ങാനായിട്ട് ഇടയായി തീർന്നു. എന്താ സംഭവിച്ചു? അവൻ്റെ ആത്മീയ ജീവിതം തന്നെ വല്ലാത്തൊരു സ്ഥിതിയായി തീർന്നു. ഞാൻ ഒന്നൊരു കാര്യം ഞാൻ വളരെ പെട്ടെന്നൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 40 വർഷത്തെ ഫെലിസ്ത്യരെ വീഴ്ത്തി വിടിപ്പാനായിട്ട് ദൈവനെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചതാണ്. ആമേ ദൂതന്റെ അറിയിപ്പിനാൽ ജനിച്ചൊരു മകനാണ്. വീഞ്ഞും മദ്യം കുടിക്കല്ലെന്ന് ദൈവം പ്രത്യേകമായി പറഞ്ഞതാണ്. മുടി ക്ഷൗര്യം ചെയ്യില്ലെന്ന് പറഞ്ഞതാണ്. ശവത്തിൽ തൊടുവാൻ പാടില്ലാത്തൊരു പ്രത്യേകത നാം ജനിച്ചു വരുന്നതാണ്. ദൈവത്തിന്റെ പ്രത്യേക നിയമത്തിൽ അവൻ ജനിച്ചതാണ്. സിംഹത്തെ വലിച്ചു കയറി കൊന്നവനാണ്. പക്ഷെ ജഡമോഹം അവൻ്റെ ഉള്ളിൽ വന്ന് അവനെ തെറ്റിയത് കുടുംബജീവിതത്തിലാണ് അവന് തെറ്റാനിടയാത്തിരുന്നത്. ബാലസിംഹത്തെ അവൻ്റെ ആട്ടുകുട്ടിയെപ്പോലെ കൊന്നുകളഞ്ഞു. 30 ഫെലിസ്ത്യരെ അവൻ കൊന്ന വസ്ത്രമെടുത്തു. 300 കുറുക്കന്മാരെ വാലോട് വാൽ കൂട്ടിക്കെട്ടി. യഹൂദ പുരുഷന്മാരെ പിടിച്ചു കെട്ടി. ആത്മാവ് വന്നപ്പോൾ അവരെ അവൻ ഓടിച്ച് അവനന്മേൽ ജയമെടുക്കാനിടയായി തീർന്നു. ഒരു കഴുത പച്ചത്താടിയുടെ കുന്നൊന്ന്, കുന്നിനുണ്ട്, കുന്നും 3 എന്ന് പറഞ്ഞ് കൂട്ടിയ ഒരാളായിരുന്നു ശിംശോന്. ആമേ ലേഖിയിൽ കുഴി പിളർന്ന് അവന് വെള്ളം കുടിച്ചവനാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പിശാച് അവനെ ഒതുക്കി. നിരാശ ഉണ്ടായി, മടുപ്പുണ്ടായി, ക്ഷീണമുണ്ടായി, എന്നിട്ട് വൈമുഖമുണ്ടായി, പ്രാർത്ഥന കുറവ് അവൻ്റെ ജീവിതത്തിലുണ്ടായി. എന്ത് ചെയ്തു? അവൻ പിന്മാറാൻ തുടങ്ങി. അപ്പോൾ എന്താ സംഭവിച്ചു? അവൻ്റെ ജീവിതത്തിൽ അവനെ പല സ്ത്രീകളുമായി ബന്ധപ്പെടാനായിട്ട് തുടങ്ങി. അവനെ ഫെലിസ്ത്യ സ്ത്രീയുമായിട്ട്, അമേൻ ദലീലയുമായിട്ട്, പിന്നത്തെ അവനെ വേശ്യകളുമായിട്ട്. അപ്പോൾ അവിടുന്ന് അവൻ പാളി. നോക്കണേ, ആ ആത്മീയ ജീവിതത്തിന്റെ നാസിറാണെങ്കിലും ദൈവം വെച്ച കൺസേണിൽ നിന്ന് അവൻ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ആളാണ്. പക്ഷെങ്കിൽ ദൈവം വെച്ച ആ വിശുദ്ധിയുടെ മാനദണ്ഡത്തിൽ നിന്ന് അവൻ പുറകോട്ട് മാറിയപ്പോൾ അവൻ പുറകോട്ട് പോകാനിടയായിത്തീർന്നു. എനിക്ക് ചെറുപ്പക്കാരുടെ പറയാനുള്ളത്, ഈ ശിംശോനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവൻ ഏറ്റവും വന്ന പരാജയം നമുക്ക് ഒക്കെ അറിയാം. എല്ലാം പരാജയപ്പെട്ടത് അവരുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ ശരിക്കും പഠിച്ച കുടുംബജീവിതം തകർന്നാൽ എല്ലാം തകരും. കുടുംബജീവിതം തകരും, തലമുറ തകരും, ബന്ധങ്ങൾ തകരും, സഭാജീവിതം തകരും, എല്ലാം തകർന്നു പോകും. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണ്, ഇത് നമ്മുടെ ദർശനം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തല്ലേ. 2, വിശുദ്ധി എപ്പോഴും സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. 3, പാപത്തോട് എപ്പോഴും അകലം പാലിക്കാൻ തയ്യാറാകണം. 4, വികാരങ്ങളൊക്കെ നമ്മൾ കീഴ്പ്പെടാതിരിക്കാൻ നമ്മൾ തയ്യാറാകണം. അടുത്ത്, അനുവദനീയമായ സ്ഥലത്ത് മാത്രമേ ഉറങ്ങാവൂ. അല്ലാത്ത സ്ഥലത്ത് പോയതുകൊണ്ടല്ലേ അവനെ ദില്ലിയിലും മടിയിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടല്ലേ അവന് ഗതികേട് മുഴുവൻ അനുഭവിക്കാനിടയാത്തിരുന്നത്. അഭിഷേകം ഒരിക്കൽ പോലും നഷ്ടപ്പെടുത്താതിരിക്കണം. അതുപോലെ തന്നെ ജീവിതത്തിൽ എപ്പോഴും ജാഗ്രത പാലിക്കണം. ഇതൊക്കെ കുടുംബജീവിതത്തിൽ നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. നിലനിൽക്കുന്ന വലിയ നേട്ടം ഇസ്രായേലിന് വേണ്ടി ചെയ്യാനായിട്ട് അവന് കഴിഞ്ഞില്ല. അടിയുറച്ച ദൈവവിശ്വാസം അവൻ ഉണ്ടായിരുന്നു. പക്ഷേ അവനെ അടിയുറച്ച വിശ്വാസം ഉള്ളപ്പോൾ തന്നെ നിലനിൽക്കുന്ന നന്മകൾ ചെയ്യാനായിട്ട് അവന് കഴിഞ്ഞില്ല. മരണസമയത്ത് ദൈവത്തോട് പ്രാർത്ഥി ദൈവം കേട്ടു. ആമേൻ. എബ്രായ ലേഖനത്തിൽ വിശുദ്ധന്മാരുടെ പട്ടികയിൽ അവൻ്റെ പേരും വന്നു. പക്ഷെങ്കിൽ അവൻ്റെ കുടുംബജീവിതത്തിൽ തകർച്ചയായി. അപ്പൊ ഇന്നത്തെ തലമുറയിൽ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, പഠിത്തം പോലെ തന്നെ, വിദ്യാഭ്യാസം പോലെ തന്നെ, ജോലി പോലെ തന്നെ ഏറ്റവും മാന്യമായ നിലയിൽ കൊണ്ടുപോകേണ്ട കാര്യമാണ് കുടുംബജീവിതം. അതിൽ ലേറ്റാക്കാൻ പാടില്ല. പണ്ട് എൻ്റെയൊക്കെ കാലത്തെ 24, 25 ആ ഏജ് ആയിരുന്നു. പിന്നെ അത് കുറച്ച് വന്നപ്പോൾ 26, 27, 28 വരെ വന്നു. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? 30 32 34 35 38 40 പൗരുഷം കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ഓടി വരുന്ന കുഞ്ഞുങ്ങളുടെ കല്യാണവുമായി ബന്ധപ്പെട്ടാണ്. എനിക്ക് ഏറ്റവും സങ്കടം ഈ വിവാഹം കഴിക്കാൻ നിൽക്കുന്ന കുഞ്ഞുങ്ങളിലേറിയ പങ്ക് ഹൈലി ക്വാളിഫൈഡ്, ഉന്നതമായ ജോലി ശമ്പളം മേടിക്കുന്നവരാണ്. പക്ഷെ അവർ ഒറ്റയ്ക്കായി പോവുകയാണ്. ഒരു പ്രായം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ജീവിക്കുന്ന
ആ സമയത്തിന് മുമ്പ് തന്നെ നമുക്ക് ഭൗതികമായി കുറച്ച് കിട്ടുമ്പോൾ തന്നെ ആത്മീയ കുറച്ച് ലഭിക്കുമ്പോൾ തന്നെ സൗഭാഗ്യകരമായ കുടുംബം നയിക്കത്തക്കണമുള്ള ഇണകളെ കണ്ടെത്താനായിട്ട് മാതാപിതാക്കൾ ശ്രമിക്കണം, കുഞ്ഞുങ്ങൾ ശ്രമിക്കണം. കുഞ്ഞുങ്ങൾ ശ്രമിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ മാതാപിതാക്കൾ, പണ്ട് ഞാൻ അങ്ങനെ പറയത്തില്ല. പണ്ട് ഞാൻ പറയുമ്പോൾ അപ്പനും അമ്മയും മാത്രം ആലോചിച്ചാൽ മതി. ഇപ്പോൾ ആ പ്ലേറ്റ് മാറ്റി. മനസ്സിലായി. അത് അല്ല, സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച്, സാമൂഹ്യ സ്ഥിതി മാറുന്നതിനനുസരിച്ച് ദൈവവചനത്തിന് വിരുദ്ധമല്ലാത്ത കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാനായിട്ടും കൂടെ നമ്മൾ തയ്യാറാകണം. അതെ, ഞാൻ പറയുന്നത് ഇപ്പം ദൈവത്തെ കണ്ടെത്തുന്ന ഏത് ജാതിയിൽപ്പെട്ട ആളുകളാണെങ്കിലും ആത്മീയരായിട്ടുള്ളവരാണെങ്കിലും വിവാഹം കഴിക്കാൻ തെറ്റില്ലെന്ന് എൻ്റെ അഭിപ്രായം. ആത്മീയതയാണ് അതിൻ്റെ ബേസ്, അതെ, ജാതിയല്ല. പക്ഷെങ്കിൽ ആത്മീയത ഇല്ലാതെ ജാതികളിൽ നിന്ന് വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നത് 100% തെറ്റുമാണ്. അതെ, കണ്ടാൽ നല്ലതായിരിക്കുന്നു, സുമുഖമായിരിക്കുന്നു, ജോലിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, വിദേശത്ത് വന്ന് പറഞ്ഞുകൊണ്ട് കിട്ടുന്നതിനെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നത് ശരിയല്ല. അത് ശലോമോന് പറ്റിയ ഗതിയുടെ. ശലോമോൻ്റെ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ശലോമോനെ പോലെ ബുദ്ധിമാൻ ലോകത്തിൽ ആരുമില്ലായിരുന്നു. ഞാൻ എപ്പോഴും സംശയിക്കുന്ന ഒരു കാര്യമായി, ശലോമോന് ദൈവം ഇത്രയും ജ്ഞാനം കൊടുത്തിട്ട് എന്തുകൊണ്ട് അവൻ ഈ ഒരു കാര്യത്തിൽ ജ്ഞാനം ഇല്ലാതെ പോയി എന്നുള്ളത്. നമ്മുടെ ബൈബിൾ ഭാഷ പറഞ്ഞാൽ സാത്താൻ അവനെ ഒതുക്കി കളഞ്ഞെന്നുള്ളതാണ്. ഏത് മനുഷ്യൻ്റെ വീക്ക്നെസ് ഉണ്ട്, ആ വീക്ക്നെസ്സിനകത്തോടെ സാത്താൻ കയറുന്നത്. അത് ബുദ്ധി കൂടിയോണ്ടും കാര്യമില്ല, ബുദ്ധി കുറഞ്ഞുകൊണ്ടും കാര്യമില്ല. ആരെ എവിടെ വീഴ്ത്തിയോണ്ടും അവിടെ സാത്താൻ വീഴ്ത്തിയിരിക്കും. വീഴാതിരിക്കാൻ ജോസഫിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി പാലിച്ചാൽ നമുക്കത് ഒഴിഞ്ഞു മാറാൻ പറ്റും. ശലോമോനെ 1000 ഭാര്യമാരാണ്. 700 കുലീന ഭക്തിനും 300 വെപ്പട്ടം ഉൾപ്പെടെ 1000 പേരുണ്ടായിരുന്നു ശലോമോന്. അവരെല്ലാം ജാതിയില്ല. ഫറവോന്റെ മകളെ വരെ വിവാഹം കഴിച്ചു. അവർ വന്നപ്പോൾ അവർ ദൈവത്തെ കൂടെ കൊണ്ടുവന്നു. ആ ദൈവത്തെ കൂടെ കൊണ്ടുവന്നപ്പോൾ ആ രാജ്യം മുഴുവൻ ബിംബസേവയായി, വിഗ്രഹാരാധനായിട്ട് മാറി. ഏത് മരിയിൽ ദൈവത്തിന് വേണ്ടി ആലയം പണിതോ അതിൻ്റെ ഓപ്പോസിറ്റ് മരിയിൽ അവൻ ജാതി ദൈവത്തിന് പണിയാനായിട്ട് വന്നു. ഇതെല്ലാം വിവാഹത്തിൽ കൂടെ വന്ന് ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷം നഷ്ടപ്പെടുത്താൻ വിവാഹം മതി, വിവാഹ ജീവിതം മതി. അത് തകർച്ചയുടെ വക്കിലെത്തും. എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്, നമ്മുടെ സഭകളിൽ കർത്താവിൻ്റെ ദാസന്മാർ, നമ്മുടെ അടുത്ത ജനറേഷൻ, അവർക്ക് പ്രായം കൂടുതലിന് മുമ്പേ അവർക്ക് വിവാഹം നടക്കത്തക്കവണ്ണം ബോധവാന്മാരാക്കുവാനും അവരോട് സംസാരിക്കുകയും അവരെ അതിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കുകയും അവർ കൊണ്ടുവരുന്ന ആലോചനകളെ തള്ളിക്കളയാതെ അത് നല്ലതാണെങ്കിൽ അതിനെ സ്വീകരിക്കുക. നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് അതങ്ങ് തള്ളിക്കളയും. എൻ്റെ ഞങ്ങളുടെ ഒരു കല്യാണത്തിന് വന്നപ്പോൾ ഒരു അപ്പച്ചനോട് പറഞ്ഞു, പ്രാളുടെ അപ്പച്ചൻ, പാസ്റ്ററെ ഒരു കാര്യം ഇപ്പോൾ ഓർത്തുള്ളൂ, നല്ല ആലോചന വരുമ്പം നമ്മുടെ അകത്ത് സാത്താൻ പറയും ഇത് വേണ്ട, ഇതിനൊക്കെ നല്ല വരുമെന്ന്. ഇത് വേണ്ട, ഇതിനൊക്കെ നല്ലത് എൻ്റെ അപ്പച്ചനല്ലേ, നിനക്ക് വേറെ നല്ലത് വരും. നമ്മളെ തട്ടിക്കളയും. പിന്നെ ഈ വസ്തു കച്ചവട കാര്യം പറഞ്ഞല്ല, ഒരുത്തം വന്ന് വില പറഞ്ഞു വെച്ചു പിന്നെ കച്ചവടം നടക്കരുതെന്ന് പറഞ്ഞ പോലെയാണ്. അത് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ വരാൻ പ്രയാസമാണ്. നല്ല നല്ല ആത്മീയരായ ആളുകൾ വരുമ്പോൾ പണം നോക്കിയും പ്രശസ്തി നോക്കിയും മറ്റു പലതും നോക്കി ആത്മീയതയ്ക്ക് ഏറ്റവും പുറകെ സ്ഥാനം കൊടുത്ത് മറ്റേനും മുൻതൂക്കം കൊടുത്താൽ കുടുംബജീവിതത്തിൽ തകർച്ചകളുണ്ടാകും. ഒരു ആയുസ്സിൽ ഒരുമിച്ച് താമസിക്കണം, മനസ്സിൽ തമ്മിൽ ചേർക്കണം, രാവിലെയും മറ്റും കുടുംബ പഠനത്തിൽ നടക്കണം, ബൈബിൾ വായിക്കണം, സഭാരാർക്ക് ഒരുമിച്ച് പോകണം, ലഭിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവകൃപയിലും 10 വർഷം വളർത്തണം. കുടുംബങ്ങളില്ലെങ്കിൽ സഭ തീർന്നു, തലമുറയില്ലെങ്കിൽ സഭയില്ല. കുറച്ച് അപ്പച്ചന്മാർ അമ്മച്ചിമാർ ഇന്ന് UK യിലും അമേരിക്കയിലും ഒക്കെ ഉള്ള പോലെ അപ്പച്ചന്മാർ അമ്മച്ചിമാർ മാത്രമുള്ള സഭകളായിട്ട് മാറും, തലമുറ ഇല്ലാതെ പോകും. കേരളം ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ വീടുകൾ അടഞ്ഞു കിടക്കുന്നു, വിദേശത്തൊക്കെ ആളുകൾ പോകും. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലൊക്കെ കണ്ടമാനം വീടുകളാണ് അടഞ്ഞു കിടക്കുന്നത്. അതെ, അതുകൊണ്ട് മൈഗ്രേഷൻ, നമ്മുടെ ആളുകളെ നല്ല നല്ല ആളുകളെല്ലാം വിദേശത്ത് പോകുന്നതുകൊണ്ട് മൈഗ്രേഷൻ നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. ഏറ്റവും വലിയ പെർസെൻറ്റേജ് നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സഭായത്തിൽ ഒരു 10 പേരെ കണ്ട് കൈയടിച്ചിട്ടോ പറഞ്ഞിട്ടോ കാര്യമായില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് നമ്മുടെ പ്രായോഗികമായ വിഷയങ്ങളിൽ ഇതുപോലുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട, സമൂഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് നമ്മൾ ശ്രദ്ധ മാറ്റിക്കളഞ്ഞു, അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധിച്ചില്ല. അതിൻ്റേതായ അപകടം സഭ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, കുടുംബങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കാലങ്ങളും മാറി. ഇപ്പോൾ കാലത്തിന് നമ്മൾ കാര്യം വെച്ചാണ് ഇപ്പോൾ കൗൺസിലിങ്. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഈ ചെറുക്കനെയും പെണ്ണിനെയും നമ്മുടെ ഭാഷ പറഞ്ഞാൽ വരനെയും പത്തിനെയും വിളിച്ച് കൗൺസിൽ ചെയ്യുന്ന രീതി എല്ലാ സഭകളും ഇപ്പോൾ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ആൾക്കാരിനെ ശ്രദ്ധിക്കുന്നില്ല.
അത് പറഞ്ഞാലുണ്ട് നമ്മൾ ആൾക്കാർ തള്ളുക, അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളുടെ വീട്ടിലില്ല, ഞാൻ കഴിവ്, ഞാൻ എല്ലാം പറഞ്ഞ് ഞങ്ങളുടെ വാസ്തവം തള്ളിക്കളയാണ്. രണ്ടുപേരെ അതിനകത്തൊക്കെ ഉള്ള പ്രായോഗികമായ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് നമ്മൾ ഈ പറയുന്ന കൗൺസിലിംഗ് കൊടുക്കാൻ പ്രാപ്തരായിട്ടുള്ള ആളുകൾ വളരെ കുറവാണ്. ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് നടക്കുന്ന പലരും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആളുകളാണ്. അതിൻ്റെതായ ഒത്തിരി അപകടങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പോൾ കൃത്യമായ വിദ്യാഭ്യാസവും കൃത്യമായി ഇതറിയാവുന്നവരും ആ നിലയിൽ ആത്മീയരുമായ ആളുകൾ കൗൺസിലിംഗ് കൊടുക്കാനായിട്ട് ഉണ്ടാകുക എന്നുള്ളതൊരു പ്രധാന വിഷയമാണ്. അത് പ്രായോഗികമായിട്ട് നമ്മളിപ്പോൾ കൗൺസിലിംഗ് എടുക്കണം, കല്യാണത്തിന് മുമ്പ് കൗൺസിലിംഗ് എടുക്കണം, ഫാമിലി കൗൺസിലിംഗ് വേണം, അല്ലെങ്കിൽ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് വേണം എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ അതിന് തക്ക ആളുകളെ കണ്ടെത്താൻ, പ്രൊഫഷണൽസിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഈ ഒരു പ്രശ്നത്തിൻ്റെ പല മുഖങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ അതെല്ലാം പരിഹരിക്കാനായിട്ടുള്ള ശ്രമം കുടുംബങ്ങളിലുണ്ടാകണം, മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകണം, കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം, സഭയുടെ ഭാഗത്തു നിന്നും കൂടെ ആ നിലയിൽ ഒരു സംയുക്തമായ ഒരു ഇടപെടൽ ഈ വിഷയങ്ങളിലൊക്കെ ഉണ്ടാകേണ്ടത് അടിയന്തരമായി ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ സമൂഹം വലിയ തകർച്ചയിലേക്ക് പോവുകയാണ്. സംഘടന പറയുന്ന 100% കറക്റ്റായ കാര്യമാണ്. ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ ആവശ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാന്യമായ വിദ്യാഭ്യാസം കൊടുക്കുക. 2, അവരെ തികഞ്ഞ ആത്മീയരാക്കി വളർത്തുക. ബൈബിൾ പറയുന്ന അപ്പോസ്തലൻ പ്രതി പറയുന്നു, യോവേൽ പ്രവാചകൻ അന്ത്യകാലത്ത് സർവ്വജനത്തിന്മേൽ ആത്മാവിനെ പകരും, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യൗവനക്കാർ ദേശങ്ങളെ ദർശിക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ തികഞ്ഞ ആത്മീയരാക്കി തീർക്കുക. ഫിലിപ്പോസിൻ്റെ 4 കുഞ്ഞുങ്ങളും പ്രവചിക്കുന്നവരായിരുന്നു, ആത്മീയരായിരുന്നു. തിമോഥെയോസിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, നിന്റെ വല്യമ്മയിലുണ്ടായിരുന്ന വിശ്വാസം നിന്റെ അമ്മയിലുണ്ട്, ആ വിശ്വാസം നിന്നിലുമുണ്ട്. തലമുറകളായി കൈമാറുന്ന ഒരു ആത്മീയത നമ്മുടെ ഭവനങ്ങളിൽ വന്നാൽ ആ ആത്മീയതയ്ക്ക് ചേർന്ന ബന്ധുതകളും നമ്മളെ വരുത്താൻ നമ്മൾ ശ്രമിക്കണം, പ്രാർത്ഥിക്കണം. ഞാൻ ചോദിക്കട്ടെ, പണ്ടൊക്കെ പ്രാർത്ഥിച്ചല്ലേ വിവാഹങ്ങളൊക്കെ നടക്കുകയും ദൂത് ഒക്കെ നേറ്റെടുക്കുകയും ഒന്ന് ചോദിക്കുകയും പറയുകയും ഒരു ഗൈഡൻസ് മേടിച്ചല്ലേ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്? നമ്മളൊക്കെ ഓർമ്മയുണ്ട്. എൻ്റെ ചെറിയ പ്രാർത്ഥനയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് 2 ദിവസം പ്രാർത്ഥിച്ച് അത് കല്യാണം ശരിയാണോ, നന്നായിരിക്കുമോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കും. ഇന്ന് അങ്ങനൊന്നും അല്ലല്ലോ. ഇന്നലെ ഇങ്ങോട്ട് വന്ന് കണ്ടു, ഇന്ന് ഉറച്ച് നാളെ കല്യാണമായിട്ട് പോകുന്നതുകൊണ്ടല്ലേ പാളിച്ചകൾ ഉണ്ടാകുന്നത്. ബട്ട് ഡിവേഴ്സ് തിരക്കുകൾ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. കുടുംബ കോടതികൾ വർദ്ധിക്കുക മാത്രമല്ല, നമ്മുടെ ആത്മീയരെന്ന് പറയുന്നതിലൂടെ പോലും വർദ്ധിച്ചു വരികയാണ്. ഇതൊരു സർവ്വസാധാരണമായിട്ട് മാറുകയാണ്. ആ ശാപം നമ്മുടെ ഭവനങ്ങളിൽ വന്നു കയറാൻ ഇടയാകാത്ത നിലയിൽ കല്യാണം നടക്കുന്നതിന് മുമ്പ് തന്നെ ആ കാര്യങ്ങൾക്ക് ദൈവത്തിൽ നിന്നൊരു ആലോചന മേടിച്ച് നിർത്താൻ ദൈവമേ സഹായിക്കണമെന്ന് പറഞ്ഞ് ചങ്കുപൊട്ടി പ്രാർത്ഥിക്കണം. മെഡിസിൻ അഡ്മിഷൻ കിട്ടണം, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടണം, നേഴ്സാക്കാനും, അല്ലെങ്കിൽ വിദേശത്ത് വേണമെന്ന് അതിനൊക്കെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഇതിനില്ല. സംഘടി അത് വലിയൊരു കാര്യമാണ്. അതില്ല. നമ്മുടെ ആളുകൾ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. എനിക്ക് ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിൽ ഭയങ്കര ഭാരമുള്ള വിഷയമായിരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മുടെ സമയം ചെറുപ്പക്കാരായിട്ടുള്ള ഒത്തിരി പേരുണ്ട്, പിള്ളേരെല്ലാം പ്രായമായി വരികയാണ്. അവരെ കൊണ്ടുവരുന്ന അവരുടെ മനസ്സിൽ പറഞ്ഞു കൊടുക്കണം, കുഞ്ഞുങ്ങളെ നമ്മുടെ ഹയറാർക്കി ഇതാണ്, നമ്മുടെ രീതി ഇതാണ്. ആത്മീയരായിട്ടുള്ള ബന്ധുക്കളെ നമുക്ക് പറ്റത്തുള്ളൂ. എവിടെ ചില കണ്ടുകിട്ടുന്നതിനെ കൊണ്ട് വരാൻ പറ്റത്തില്ല. ആത്മീയരായിരിക്കണം. ആണെന്ന് കൊണ്ടുവന്നാൽ നമുക്ക് അതിന് തിരക്കാൻ പറ്റും. തിരക്കാതെ ഒരു കല്യാണം നടത്തരുത്. ആരെയും എന്തെങ്കിലും വിളിച്ച് പറയുന്നത് അതിന് പുറകെടുത്ത് ചാടരുത്. ഒന്ന് തിരക്കണം. കഴിഞ്ഞ കല്യാണത്തിന് കാര്യങ്ങൾ വന്നപ്പോൾ ഡേറ്റ് വരെ ഫിക്സ് ചെയ്തു. തിരക്കപ്പോഴേ അറിയുന്നത് ഈ പയ്യന് ആത്മീയമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ പിതാവ് തികഞ്ഞ ആത്മീയനായിരുന്നു, കാര്യത്തിന് പുറകോട്ട് മാറി. അപ്പോൾ നമുക്ക് അബദ്ധങ്ങളെ പറ്റാൻ പാടില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, പണ്ടൊക്കെ നമുക്ക് 3, 4, 5 ആറുമ്പോൾ ഇപ്പം 2 പിള്ളേരല്ല, 1 പിള്ളേരല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വിശ്വാസം പറയാണ്, ദൈവം തക്ക സമയം ദൈവം പ്രവർത്തിക്കുമെന്ന്. ദൈവം പ്രവർത്തിക്കും. നമ്മളെ കാര്യത്തെ ഗൗരവമായി കാണണം. 100% പെർഫെക്റ്റായ ഒരു വിവാഹം ഒരിടത്തിൽ വരത്തില്ല. ഒരു 70% അയാൾ തന്നു വരും. പിന്നെ ബാക്കി എന്തുവാ? ബാക്കി അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന് വേണ്ടതായ വഴികളും ബാധലും ഒക്കെ ദൈവം തുറന്ന് ദൈവം അങ്ങ് കുടുംബജീവിതത്തെ പ്രവേശിക്കുമ്പോൾ അങ്ങ് പോകും. അങ്ങനെയല്ലേ നമ്മളെല്ലാം അങ്ങനെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം 100% പെർഫെക്റ്റ് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ കുടുംബജീവിതത്തിലൊക്കെ പ്രവേശിക്കുമ്പോൾ നമ്മൾ മാന്യമായ നിലയിൽ കാര്യങ്ങൾ മുമ്പോട്ട് നടത്തത്തക്കോണം കർത്താവിൻ്റെ ദാസന്മാരും സഭയുടെ കമ്മിറ്റി കൗൺസിലും ഒപ്പം കുടുംബത്തിൽ മാതാപിതാക്കളും
വളരെ ശ്രദ്ധയോടെ കരുതേണ്ട കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി. പഠിത്തത്തിൽ കാണിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി ഗൗരവം കുടുംബജീവിതത്തിൽ കാണിക്കണം. കാരണം അവർ കൂടുതൽ വർഷം ഒരുമിച്ച് പാർക്കേണ്ടതാണ്. നല്ല ആത്മീയതയുള്ള കുടുംബങ്ങൾ കെട്ടിപ്പടുത്താൽ ആ കുടുംബങ്ങൾ ചെയ്യുന്ന സഭകൾ എത്ര അനുഗ്രഹമായിരിക്കും. ആ കുടുംബങ്ങൾക്ക് അതുകൊണ്ടത് കുഞ്ഞുങ്ങൾ എത്ര അനുഗ്രഹമായിരിക്കും. അത് സന്തോഷത്തിന് അനുഗ്രഹത്തിന് കാരണമായിട്ട് തീരും. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ഈ കാര്യം പ്രസ് ചെയ്ത് പറയുന്നത്. ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം പോലെ തന്നെ അവർക്ക് ശുഭകരമായ ഭാവി, ഒപ്പം അവർക്ക് വേണ്ട നന്മയുടെ വഴികൾ, ഒപ്പം നല്ല വിവാഹ ജീവിതം, ചേർന്നുള്ള തലമുറകൾ. അത് ഒട്ടും അമർദ്ദിക്കാൻ പാടില്ല. 28, 30, 32 വയസ്സാകുമ്പോഴെല്ലാം നേരത്തെ തന്നെ ആലോചിച്ച് വയ്ക്കുക. കാര്യത്തിൽ സമയമാകുമ്പോൾ വിവാഹങ്ങൾ നടത്തുക. നടത്തി കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ദൈവം നടത്തിത്തരും. ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കുകയാണെങ്കിൽ അതിനേക്കാൾ ഏറ്റവും മേത്തരമായ നിലയിൽ ദൈവം മാനിക്കുകയും ശുഭകരമായ വിവാഹത്തെ ഒരുക്കി തരികയും ചെയ്യും. ഈ കാര്യത്തിൽ വളരെ ഗൗരവമായ കൺസേൺ മാതാപിതാക്കൾ എടുക്കണം, കുഞ്ഞുങ്ങളും എടുക്കണം. ഏത് കാര്യം തുറന്ന് മാതാപിതാക്കളോട് പറയണം. മാതാപിതാക്കൾ അവരോടും തുറന്നു പറയണം. രഹസ്യങ്ങളൊന്നും കീപ്പ് ചെയ്യാൻ പാടില്ല. അത് പിന്നത്തേൽ നമ്മുടെ കുടുംബത്തിന് ദോഷമുണ്ടാകും, സഭയ്ക്ക് ദോഷമുണ്ടാകും, ദേശത്തെ അപമാനം മാത്രമായി മാറാനിടയായി തീരും. അത് ഏറ്റവും ദുഃഖകരമാണ്. ദൈവനാമത്തിന് അപമാനമുണ്ടാകുന്ന വിവാഹമോ ഭാവിയിലെ ഡിവോഴ്സോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പിതാക്കന്മാർ ഏത് മാതൃക പിൻപറ്റിയോ അതേ മാതൃക ഏതു രാജ്യത്ത് ചെന്നാലും ആ രാജ്യത്തെ കച്ചൻ്റെ അകത്ത് നമ്മോട് ചെന്ന് ചാടുക എന്നുള്ളതല്ല. ചേരത്തിൽ നാട്ടിൽ ചെന്ന് അടുത്തുകൊണ്ട് തിന്നുക എന്നുള്ള രീതിയല്ല. നമ്മൾ എവിടെ ചെന്നാലും ബാബേലിൽ ആമേ ചന്ദ്രക്കും മേശക്കും അഭേദ്രവും ദാനിയേലും വിശുദ്ധരായി നിന്ന പോലെ ജോസഫ് ഫറവോന്റെ മുമ്പിൽ വിശുദ്ധിയോടെ നിന്നതുപോലെ വിശുദ്ധി പാലിച്ചു നിൽക്കാൻ നമ്മൾ തലമുറകളെ അഭ്യസിപ്പിക്കണം. രാവിലെയും വേണ്ടിയുള്ള കുടുംബ പ്രാർത്ഥന, ചേർന്നുള്ളതായ ഭജനധ്യാനം, ഒപ്പമുള്ള സഭ ആരാധനകളുടെ കൂട്ടായ്മകള്, സഭയുള്ള കൂർ ഒക്കെ നമ്മൾ ഇന്നത്തെ കാലത്തെ പറഞ്ഞ് മനസ്സിലാക്കി തലമുറയെ നേർവഴി നിൽക്കുകയാണെങ്കിൽ ദോഷം വരാൻ ദിവസം റെഡിയാക്കത്തില്ല. പണമല്ല വലുത്, ആത്മീയതയാണ് വലുത്. ആത്മീയതയുള്ള കുടുംബങ്ങൾ നമുക്കുണ്ടാകാൻ നമുക്ക് ദൈവത്തോടെ ശക്തമായി പ്രാർത്ഥിക്കേണ്ടതാണ്. വലിയ പ്രാധാന്യത്തോടുകൂടെ ഇന്നത്തെ സമൂഹം, സഭ, നമ്മുടെ കുടുംബങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന, നേരിടേണ്ടി വരുന്ന വലിയ ഒരു വിഷയത്തെയാണ് പാസ്റ്റർ രാജു പൂവക്കാല നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സമൂഹത്തിൻ്റെ മുൻപോട്ടുള്ള ഗമനത്തിന് കൃത്യമായ ഉപദേശങ്ങളാണ് അദ്ദേഹത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബജീവിതത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ ഒരുക്കുക. ഏറ്റവും മെച്ചമായ കെട്ടുറപ്പുള്ള കുടുംബങ്ങൾ കെട്ടിപ്പടുക്കുവാൻ നമ്മുടെ യുവജനങ്ങൾക്ക് കർത്താവ് ഇടയാക്കട്ടെ. പ്രാർത്ഥിക്കുക നമ്മുടെ സമൂഹത്തിന് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.